السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. صدق الله العلي العظيم. من أحب سنتي فقد أحبني، ومن أحبني كان معي في الجنة. صدق رسول الله صلى الله عليه وسلم. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. فكن أماني من شد الحياة ومن شد الممات ومن إحراق جثماني. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا محمد اللهم صل وسلم وبارك عليه. മഹത്തായ ബദരിയ ജുമാ പള്ളിയുടെ പദാധികാരികൾ, ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്തും ആത്മീയ ബന്ധമുള്ള ഹൈദർ അലി ഹസനി ഉസ്താദ്, പണ്ടേ നമുക്ക് പരിചയമുള്ള സുന്നത്ത് ജമാഅത്തുക്ക് വേനായി ഓടി നടക്കടെ പ്രവർത്തിക്കടെ വലിയ സഹായം സഹകരണം തൻ്റെ ഞങ്ങളുടെ ഷെയ്ഖ് ബാവ ഹാജി തുടങ്ങിയിട്ടുള്ള പള്ളിയുടെ സെക്രട്ടറിയും ട്രഷററും ബാക്കി പ്രവർത്തകന്മാരും കൂടിയ ഹിരിയങ്ങ കിരിയങ്ങ ഉമ്മമാർ പെങ്ങന്മാർ എല്ലാവരെയും അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളായ അടിമങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഈ മജ്ലിസ് അല്ലാഹു പൂർണ്ണമായി കബൂലാക്കട്ടെ. അല്ലാഹു തആല ഞങ്ങളെ എല്ലാവരെയും പടച്ചിടെ അവനു ഇബാദത്തെടുത്തിട്ട് രണ്ട് ലോകവും വിജയിക്കുകയാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഞങ്ങളെല്ലാവരെയും പടച്ചതും. ഒരു മനുഷ്യ ദുനിയാവിൽ കുറേ വിജയങ്ങ അല്ലാഹു തആല അവനു കൊടുക്കുക. ചിലപ്പോൾ ദുനിയാവുടെ സകല പരീക്ഷണം ഫേസാക്കിയിട്ട് ഒരു മനുഷ്യൻ പാസ്സാവലുണ്ട്, വിജയിക്കലുണ്ട്. പിന്നെ കുറേ ആൾമാർ അങ്ങനെ ജോബുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള അപ്പോയിൻമെൻറ്റും അതര ഇൻ്റർവ്യൂവിലും അങ്ങ് വിജയിക്കലുണ്ട്. കുറേ ആൾമാർ കുടുംബജീവിതത്തിൽ വിജയിക്കലുണ്ട്. അങ്ങനെ ഈ ലോകത്ത് ഒരു മനുഷ്യൻ വിജയിക്കുവാനായ പല മേഖലകളും പലരും അതിൽ വിജയിക്കിടാറ്, കുറേ ആൾമാർ അതിൽ സ്വത്തുപോണ്ടാറ്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ കിട്ടിട വിജയങ്ങൾ സന്തോഷങ്ങൾ
അതേതും പെർമനന്റ് അല്ല ചൊല്ലതിരെ ഏറ്റവും വലിയ ദൃക്സാക്ഷിയാണ് ഞങ്ങളെ റായത്തിലുള്ള ഞങ്ങളെ ഹിരിയങ്ങളെ അടക്കിയ ദഫനാക്കിയ ഖബർസ്ഥാന ചൊല്ലത്. ഒരു കാലത്ത് ഞങ്ങളെപ്പോലെ ജീവിച്ച് ഇതുപോലെ ഒരുമിച്ച് കൂടിയ ജീവിതത്തിൽ പല സാഹസങ്ങൾ വിജയങ്ങൾ നേടിയ ആൽമാരാണ് കഴിഞ്ഞുപോയ ഞങ്ങളെ ബാപ്പമാർ, ഉമ്മമാർ, ആങ്ങളമാർ, പെങ്ങന്മാർ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഈ ലോകത്ത് എത്ര വലിയ സ്ഥാനവും വിജയവും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും, ഏത് നീട്ടും ഏത് സീറ്റിയും റാങ്ക് വന്നിട്ടില്ലെങ്കിലും ആ വിജയം ഈ ലോകം തീരലോടുകൂടെ തീർന്നു പോണ്ട് ചൊല്ലു. ഇടയിൽ വെച്ചിട്ട് പലരും സോക്കലുണ്ടു. റാങ്കിങ് എടുത്ത സ്റ്റുഡൻസുമാർ ആക്സിഡൻറ്റിൽ പെട്ടിട്ട് കോമാവസ്ഥയിലായപ്പോൾ പിന്നെ ഒന്നുകൊം ആവാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം പിന്നെ മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ റാങ്ക് എടുത്ത സ്റ്റുഡൻറ്റിക്ക് വേനായ ജോബ് കിട്ടാണ്ടിരിക്കുമ്പോൾ അവിടെ അവൻ്റെ ജീവിതത്തിൽ ഒരു വിജയത്തിൽ പിന്നെ വലിയൊരു ഫെയില്യൂർ വന്നുപോയി. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ റാങ്ക് എടുത്തിട്ടിന്നെങ്കിലും പാസ്സായിട്ടിന്നെങ്കിലും വിജയിച്ചിട്ടിന്നെങ്കിലും അവൻ്റെ ജീവിതത്തിൽ വലിയൊരു രോഗം വരലോടുകൂടെ ആ എല്ലാ വിജയത്തും ബ്രേക്ക് അല്ലാഹു തആല ഇട്ട. എന്തായാലും ഈ ലോകത്തിലുള്ള വിജയം അത് ശാശ്വതമല്ല, പെർമനൻ്റ് അല്ല. ഇത് തീർന്നു പോകുള്ളതാണ് ചൊല്ലത്. ലോകത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഇൻസിഡൻറ്റും ഞങ്ങളൊട്ടിക്ക് വിളിച്ചു ചെന്നുകൊണ്ടുണ്ടു. ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല. ഇന്നലെ ആരോഗ്യം ഇന്ന ആള് ഇണ്ട് സ്ട്രോക്കായിട്ട് വലത്തെ ഭാഗമാ ഇടത്ത ഭാഗമാ നഷ്ടപ്പെട്ട് നടക്കുകയാവാത്തൊരവസ്ഥയിലാണ്. ഇന്നലെ ഓടിക്കളിച്ച് നടന്ന ഹാജാറ് ഇണ്ട് മുണ്ടകു സാധ്യമാവാത്ത അവസ്ഥയിലാണ് ഔത്തിൽ കിടന്നിട്ടുള്ളത്. ഇങ്ങനെ ലോകത്തെ ഓരോ സാഹചര്യങ്ങളും ഞങ്ങളൊട്ടിಗೆ പാഠം പഠിപ്പാട്ടിത്തണ്ടത്. ഈ ലോകത്ത് കിട്ടിയ ഏത് നിഅമത്തും ശാശ്വതമല്ല ചൊല്ലതാണ്. അതുകൊണ്ട് ശാശ്വതമായ ഒരു നിഅമത്തുക്ക് നിങ്ങൾ റെഡിയാവറു ചൊല്ലേ ഏറ്റവും വലിയ സന്ദേശമാണ് അള്ളാഹുടെ റസൂലും അള്ളാഹും ഞങ്ങളൊട്ടിಗೆ ഖുർആനിലൂടെ ഹദീസിലൂടെ ഞങ്ങൾ പഠിപ്പാട്ടിത്തണ്ട്. ലോകത്ത് പല പാർച്ചങ്ങം പാരിയങ്ങ എന്തെല്ലാം കുതന്ത്രങ്ങൾ നടത്തിയങ്ങ ഒന്നല്ല ഒരു നിലക്ക് അല്ലാഹു തആല ഞങ്ങളെ ശിക്ഷിച്ച വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്ന ദൂനൽ അദാബിൽ അക്ബർ സൂറത്തു സജദ ചൊന്നതുപോലെ വ്യഭിചരിച്ച ആള് HIV ചൊല്ല രോഗത്തിന് പെടനായി ബന്ത്. സുബ്ഹാനല്ലാ, ബഡ്ഡി വ്യവഹാരാക്കിയ ആള് സ്വന്തം അവൻ പോലും നഷ്ടപ്പെടനായി ബന്ത്. അതേപോലെ അബ്ബ ഉമ്മയുടെയും ആങ്ങളെയും പെങ്ങളെയും വേണ്ടതുപോലെ നോക്കാണ്ട് കുടുംബബന്ധം മുറിച്ച ആൾമാർ അങ്ങ് ദുരന്തങ്ങ വന്നുപോയിട്ട് ആ ദുരന്തം വരലോടുകൂടെ രോഗം വരലോടുകൂടെ അവൻ്റെ ശിക്ഷം തീർത്തിട്ടല്ല. അതെല്ലാം ലോകത്തിൽ അല്പമായ ശിക്ഷങ്ങാണ്. ഇനി പറകു പോണ്ടത് അൽ അദാബുൽ അക്ബർ, വലിയ വലിയ ശിക്ഷങ്ങാണ്. അതുകൊണ്ടാണ് മഹാന്മാർ ഞങ്ങളൊട്ടിಗೆ പഠിപ്പാട്ടി തന്നത് അൽ യൗമ അമലുൻ, ഇണ്ട് ചൊല്ലത് പണിയെടുക്കുകൊള്ളേ ഇണ്ടുങ്ങാണ്. അൽ ജസാഉ ഗദൻ, നാളെ ചൊല്ലത് പ്രതിഫലത്തുകൊള്ളതാണ്. ഉള്ള കോർട്ടുങ്ങം ഹൈക്കോർട്ടുങ്ങം സുപ്രീം കോർട്ടുങ്ങം തൽക്കാലമാണ്. പരമോന്നതമായ ഒരു കോർട്ട് നാളെ ആഖിറത്തിൽ ഞങ്ങൾ നേരിടുക പോകുന്നു. അവിടെ ആരാണോ വിജയിച്ച് ഒമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്, നരകത്തെ തൊട്ട് രക്ഷപ്പെട്ട ചൊല്ല ഡിക്ലറേഷൻ അവിടെ ആവലോടുകൂടെ സ്വർഗത്തുക്ക് ബലത്തെ കാലി എടുത്തു വെക്കലോടുകൂടെ അവൻ്റെ രണ്ട് കൈയും ഉദ്ദാക്കിട്ട് വിളിച്ചു ചൊല്ല നാണ് വിജയിച്ചു പോയ അവിടുത്തോലൂടെ ആരെയും തീരുമാനാക്കുള്ള കോർട്ട് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ കഷ്ടപ്പെടാണ്ട് പ്രയാസപ്പെടാണ്ട് സുഖത്തിൽ സ്വർഗം നേടാ ചൊല്ലത് അത് കിനാവുക മാത്രമാണ്. ലോകത്തിൽ ഒരാൾക്ക് ഡോക്ടറാവനുണ്ട് കണ്ടെങ്കിൽ
ഒരു ഏരിയത്തെ ഡോക്ടർ ആവാനുണ്ട് കണ്ടെങ്കിൽ, ഒരു പഞ്ചായത്തിലെ ഒരു ഹള്ളിയുടെ ഡോക്ടർ ആവാനുണ്ട് കണ്ടെങ്കിൽ, ചെറിയൊരു ക്ലിനിക് ഇടനുണ്ട് കണ്ടെങ്കിൽ പോലും അവൻ എൽതൊനായ പരീക്ഷ MS MBBS കാണും. അതില്ലാണ്ട് അവനുകുള്ള ക്ലിനിക്കിടമാ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കിട്ടലില്ല. ഒരു ചെറിയ വാദം ഹൈക്കോർട്ടുക്ക് പോയിട്ട ജില്ലാ കോർട്ടുള്ള അല്ലെങ്കിൽ അതിരാണ്ടി കീഴിലുള്ള ചെറിയ ചെറിയ കോർട്ടിൽ പോയി വാദിക്കാനുണ്ട് കണ്ടെങ്കിൽ മിനിമം LLB എങ്കിലും ആ മനുഷ്യൻ ആയിട്ട് വേണം. ഒരു അക്കൗണ്ടൻസി നടത്താനുണ്ട് കണ്ടെങ്കിൽ മിനിമം ഒരു BCom എങ്കിലും ആ ചെറുക്ക് ആക്കിയിട്ട് വേണം. സുബ്ഹാനല്ലാഹ്, ഒരു കോളേജിൽ ലെക്ചറിങ് നടത്താനുണ്ട് കണ്ടെങ്കിൽ മിനിമം ഒരു BA എങ്കിലും ആ മനുഷ്യക്ക് വേണം. ഒരു മെഡിക്കലിൽ നിൽക്കാനുണ്ട് കണ്ടെങ്കിൽ ചിലപ്പോൾ 2000-3000 ബാഡികയുള്ള റൂമിടെ മെഡിക്കലായിട്ടിക്കൂ. ആ മെഡിക്കലിൽ മറന്നു കൊടുക്കാനുണ്ട് കണ്ടെങ്കിൽ മിനിമം ഒരു B.Pharmയുടെ സർട്ടിഫിക്കറ്റ് എങ്കിലും ആ മനുഷ്യക്ക് വേണം. ലോകത്തെ അവസ്ഥമേ ഇങ്ങനെ ഉണ്ട് കണ്ടെങ്കിൽ സ്വർഗം ചൊല്ലെ ആരോഗ്യം തീരുകില്ലാത്ത, സുഖങ്ങ തീരുകില്ലാത്ത, എൻജോയ്മെൻറ്റുകം എൻ്റർടൈൻമെൻറ്റുകം തീരുകില്ലാത്ത ഏറ്റവും വലിയ ശാശ്വതമായ സ്വർഗം കിട്ടണുണ്ട് കണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, ഈ ലോകത്തെ ചെറിയ ചെറിയ വിഷയത്തിൽ അധ്വാനിച്ച് പണിയെടുക്കടെ വറക്കുവയുടെ നങ്ങ സ്വർഗം കിട്ടണുണ്ട് കണ്ടെങ്കിൽ സുഖത്തിൽ ജീവിച്ചതുകൊണ്ട് ഒരു കാലത്തും സ്വർഗം കിട്ടകു സാധ്യമല്ല. ചെറുക്കല്ലുള്ള, ചെറിയ കല്ലുള്ള, അതേപോലെ പൊയ്യങ്ങുള്ള ഭൂമിയിൽ എപ്പോഴും കപ്പൽ സഞ്ചരിക്കലില്ല. തന്നിങ്ങുള്ള ജാഗത്തിലാണ് കപ്പൽ സഞ്ചരിക്കടെ. അത് എത്ര വലിയ കപ്പലായെങ്കിലും അങ്ങനെ. അതേപോലെയാണ് കഷ്ടപ്പെട്ടെങ്കിലേ സ്വർഗം കിട്ടുമല്ലാണ്ട് കഷ്ടപ്പെടാണ്ട് സ്വർഗം കിട്ടു ചൊല്ലത് അത് കിനാവു കാണ്ട വിഷയമാണ്. അല്ലാഹു ഞങ്ങളെല്ലാവരെയും സ്വർഗവാസികളെ കൂട്ടത്തിൽ പെടുത്തിട്ട്. അതുകൊണ്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നത്, ഹുഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ് വഹുഫത്തിൻ നാറു ബിശ്ശഹവാത്ത്. ഒരു മനുഷ്യക്ക് സ്വർഗം കിട്ടണുണ്ട് കണ്ടെങ്കിൽ ആ സ്വർഗത്തെ കമ്പൗണ്ടുക മക്കാരിഹങ്ങാണ് ചെന്നെങ്കിൽ പ്രയാസങ്ങാണ്. ഒരു മോത്തിൽ നിസ്കാരം ചൊല്ല പ്രയാസം, ഇനൊരു മോത്ത് നോമ്പ് ചൊല്ല പ്രയാസം, ഇനൊരു മോത്ത് സ്വന്തം സമ്പാദിച്ച സമ്പത്തിന് സക്കാത്ത് കൊടുക്കുന്ന ചൊല്ല പ്രയാസം, ഇനൊരു മോത്തിൽ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഹജ്ജാക്കട ചൊല്ല പ്രയാസം, ഇനൊരു മോത്ത് പാപത്തൗണ്ട കണ്ണീരൊപ്പുടെ പ്രയാസം, ഇനൊരു മോത്ത് സുബ്ഹാനല്ലാഹ് ദോഷങ്ങാക്കട സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ദോഷങ്ങളെ തൊട്ട് മാറി നിൽക്കട ചൊല്ല പ്രയാസം. ഈ പ്രയാസങ്ങൾ ചൊല്ല കമ്പൗണ്ടാണ് സ്വർഗത്തെ കമ്പൗണ്ട്. ആ കമ്പൗണ്ടറെ ബായിലെടുത്തവനിക്ക് സ്വർഗം കടക്കുക തീരും. അതേ ടൈമിൽ നരകത്ത് കടക്കുക വലിയ പണിയൊന്നുമില്ല. വഹുഫത്തിന്നാറു ബിശ്ശഹവാത്ത്. ഞങ്ങളെ മനസ്സ് വിചാരിക്കടെ സകല എന്തെല്ലാം വേണ്ടാത്തതുണ്ടാ അതാക്കലോടുകൂടെ നരകത്തെ കമ്പൗണ്ട് ഓപ്പണായി പോയി. അല്ലാഹു തആല ഞങ്ങളെ കാക്കട്ടെ. ഇണ്ട് ഞങ്ങൾ ഏത് ലോകത്താണ് ജീവിച്ചുകൊണ്ടുള്ളത്? അല്ലാഹു ബഹുമാനിച്ച് പണ്ട് കാലത്തെ ആൽമാർ വലിയ ബഹുമാനത്തിലും ഗൗരവത്തിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന കാലത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. ചെറിയ ചെറിയ മക്ക പോലും നിസ്കരിക്കുക ചൊന്നെങ്കിൽ ഞാൻ നിസ്കരിക്കില്ല, നിങ്ങൾ എന്താക്കടാറ് ചൊന്ന് കേക്കിടെ ലിബറലിസം ചെറിയ ചെറിയ നിലക്ക് തലക്ക് പറ്റിയ മക്കളെ കാലത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അതേ ടൈമിൽ ആ ചെറിയ മോന് പോലും അവൻ്റെ സ്കൂളുടെ 2ാം ക്ലാസ് അല്ലെങ്കിൽ 3ാം ക്ലാസ് അല്ലെങ്കിൽ 4ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ്സിൽ എക്സാം പറയുമ്പോൾ അണ്ട് ജാവു 4 ഗಂಟೆಗ 5 ഗಂಟೆಗ എഞ്ചിട്ട് പഠിക്കുന്ന ദൃശ്യം കണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വന്തം തടിയുടെ നിയന്ത്രിക്കുമ്പോൾ അല്ലെങ്കിൽ നിയന്ത്രിക്കുക അബ്ബുമ്മ ചൊല്ലുമ്പോൾ സ്വന്തം അബ്ബുമ്മയുടെയും മുഖം നോക്കിയിട്ട് ഞാൻ നിസ്കരിക്കില്ല, നിങ്ങൾ എന്താക്കിടാറ് കേക്കിട മക്കങ്ങ അങ്ങടെ സ്വന്തം ദുനിയാവിടെ എക്സാം അങ്ങ പറയുമ്പോൾ അങ്ങ 4 ഗಂಟೆಗೂ 3 ഗಂಟೆಗೂ എൽഡ്രാം വെച്ച് എനിക്ക് റെഡിയാണ്. കാരണം ഇത്ര മാത്രം അതവധിച്ച് ഇത്ര മാത്രം ഈമാൻ കുറഞ്ഞ ലോകത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. അതുക്കുള്ള ഒന്നാമത്തെ കാരണം നങ്ങമയാണ്, സ്വന്തം അബ്ബുമ്മങ്ങാണ്. എപ്പോഴെല്ലാം മക്കങ്ങ ആ വിഷയത്തിൽ ഞങ്ങളൊട്ടിಗೆ ഒരു റിയായത്ത് ചൊല്ല നിലക്ക് മുണ്ടകു വന്നാറ, എപ്പോഴെല്ലാം ആ വിഷയത്തിൽ മക്ക ഞങ്ങളൊട്ടിಗೆ കെയർലെസ് ചൊല്ല ഭാഗത്തിൽ മുണ്ടകു വന്നാറ, അപ്പെല്ലാം മക്കല്ലേ ചൊന്നിട്ട് പുട്ടങ്ങാണ് ഞങ്ങൾ ഔത്തുരെ ഒരു മങ്ങില എടുക്കുമ്പോൾ എത്രമാ നാലങ്ങ പ്രയാസപ്പെട്ട ഞങ്ങ അല്ലാഹു തആല മങ്ങിൽത്തുള്ള എല്ലാ ഏർപ്പാടും തന്നപ്പ ആ മങ്ങിൽത്തുക വേനായി നല്ല പ്രയാസങ്ങ ഭരണായിട്ട് വന്നപ്പ ഐക്കുള്ള സൗകര്യങ്ങൾ പടച്ചറബ് തന്നപ്പ ആ മങ്ങിൽത്തനാറ് വരലോടുകൂടെ അല്ലാഹു തആലയുടെ സകല നിഅമത്തുകൾ മറന്നുപോയ അല്ലാഹു തആലയുടെ സകല നിഅമത്തുകൾ മറന്നുപോയാണ്ട് മാത്രമല്ല
അള്ളാഹു എതിർത്ത പല കാര്യങ്ങളും ഞങ്ങളെ മങ്ങിൽ തൗത്തുലും ഞങ്ങളെ സംഭ്രമ നടക്കിടൗത്തുലു ഞങ്ങൾ നടക്കുകൊള്ളേ പ്രേക്ഷകന്മാരായി തീന പലരും അതിനെ എതിർത്തപ്പ അയാൾ എന്തിറല ചൊല്ലേ അയാളുക ചൊന്നോണ്ടിക്കട്ല ഞങ്ങൾ ആക്കുവല ചൊല്ലേ ഭാവനയാണ് പലക്കങ്ങാണ് ഉണ്ട് പല അബ്ബമ്മമാരും ഹാജിയാറുമാരൗത്രയും അവസ്ഥ ഉള്ളേ. അള്ളാഹുത്താല ഞങ്ങളെ സമൂഹം കാക്കട്ടെ. അതേ ടൈമിലു മഹാന്മാരായ സ്വാലിഹീങ്ങളെ ചരിത്രങ്ങൾ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോണ്ടു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു മങ്ങിൽ തൗത്തുക്ക് ദഅവത്ത് കിട്ടിയപ്പ ആ മഹാൻ ആ ഔത്തുക്ക് ഇങ്ങനെ കടന്നു പോകുമ്പാണ് അവിടെ ഒരു സുറുമക്കുപ്പി കാണ്ടേ. സുറുമ സാധാരണ എല്ലാ ജാവുകുമെടുക്കും സുന്നത്തുള്ള സംഗതിയാണ്, അതിലൊന്നും തപ്പില്ല. പക്ഷേ ആ സുറുമക്കുപ്പി വെള്ളിയുടെ കുപ്പിയായി പോയി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടെ മനസ്സിൽ വേർജിച്ച് സുറുമക്കുപ്പി അത് സാധാരണ കുപ്പിയായെങ്കിൽ മയ്യാവൂല്ലേ, എന്തേ ഒരു വെള്ളിയുടെ കുപ്പിയാവനുണ്ടെന്തേ? വെള്ളി കൊണ്ടുള്ള സാധനങ്ങൾ വെള്ളി കൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കല്ലാണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കിടതും വെള്ളിയുടെ ലോട്ടങ്ങൾ ഉണ്ടാക്കിടതും ഹറാമു ചെന്ന് പടിപ്പാട്ടിയ മദ്ഹബാണ് ഷാഫിഈ മദ്ഹബ്. ആ മദ്ഹബിടെ ഷാഫിഈ ഇമാമുടെ ശിഷ്യനായിട്ടുള്ള അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ വെള്ളിയുടെ സുറുമക്കുപ്പി ഇസ്റാഫല്ലേ, ഇസ്റാഫ് നടക്കടെ ഔത്തുക അള്ളാഹുടെ മഹബത്തും റഹ്മത്തും ഉണ്ടാവലല്ലേ. അള്ളാഹുടെ റഹ്മത്തിറങ്ങാത്ത ഔത്തുക നാണെന്തുക ദഅവത്തുക പറഞ്ഞു ചെന്നിട്ട് തിരിച്ചു പോയ മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, അതറപ്പുറം ഒരു വലിയൊരു മഹാൻ കിടക്കിട്. മഹാനായ കിതാബ് മുഹദ്ദബ് ചൊല്ലിയ കിതാബിന്റെ മുസന്നിഫായ അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അങ്ങളെ അവസ്ഥ എത്രമാത്രം സൂക്ഷ്മത്തെങ്കിൽ അങ്ങളെ സ്വന്തം ഔത്തുക വിളിച്ചിട്ടാണ് മുതഅല്ലിമീങ്ങളെ വിളിച്ചിട്ടാണ് ദർസെടുക്കലുള്ളത്. ഈ ദർസെടുക്കടെ എങ്ങനെയാണ്ട് ചെന്നെങ്കിൽ അയാളെ തടിയുടെ നെഞ്ഞിയുടെ മേൽഭാഗം മാത്രം കണ്ട നിലക്കാണ് അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങൾക്ക് ദർസെടുക്കടെ. എന്തേ കാരണം? ബേനായ പോലെ ഔറത്ത് മറക്കുള്ള ഡ്രസ്സില്ലാണ്ടായി പോയിട്ട് ചൊല്ലതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആറ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, ഈ ലോകത്ത് ഖുർആൻ വിട്ടെങ്കിൽ ഏറ്റവും വലിയ ഗ്രന്ഥം ചെന്നറിയപ്പെട്ട് അതിരെങ്കാലൊരു ഹദീസിലെ ഒരു മുഅ്മിനായ മനുഷ്യൻ നിഷേധിച്ചെങ്കിൽ കാഫിർ പോലും വിധിക്കപ്പെട്ട് അത്രയും മഹത്വപൂർണമായ സ്വഹീഹുൽ ബുഖാരിയിലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വന്തം ഇൽമു പഠിക്കുകയായി സാധനങ്ങൾ വിത്ത് അവസാനം സ്വന്തം ഡ്രസ്സ് പോലും വിൽക്കുനായി വന്നപ്പ ശിഷ്യന്മാരാണ് കളക്ഷനാക്കിയിട്ട് ആ മഹാനക്ക് ഡ്രസ് എടുത്ത് കൊടുത്തു ചെന്നിട്ട് ചരിത്രത്തിൽ കണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മഹാന്മാരെ ചരിത്രത്തിൽ നോക്കുമ്പോ അങ്ങോട്ടേക്ക് ഒരു ജോഡി ഡ്രസ്സ് പൊട്ടിട്ടു ഉള്ള ഡ്രസ്സ് പോലും ഔറത്ത് മറക്കുകാവാത്ത അവസ്ഥയിൽ എന്തിയൊന്നിട്ടാണ് ചരിത്രങ്ങൾ അങ്ങ് പഠിപ്പാട്ടിത്തണ്ട്. എല്ലാ പ്രയാസങ്ങളും സഹിച്ചിട്ട് പരിശുദ്ധമായ ദീൻ ഞങ്ങളെ കയ്യിലെത്തിയിട്ടാവുമ്പോ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചൊന്നുല്ലേ, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും 3 വർഷം മക്കത്തെ മുശ്രിക്കീങ്ങ ആ നബി തങ്ങകും സ്വഹാബത്തും ആഹാര ബാനാക്കിയപ്പ തന്നി ബാനാക്കിയപ്പ ബീഫല്ല ബാനാക്കിടെ ആഹാരങ്ങാണ് ബാനാക്കിടെ. തിന്നുകുള്ള ഗോതിയും തിന്നുകുള്ള അറിയും തിന്നുകുള്ള ബാർലിയും ഇനി മുഹമ്മദുകും സ്വഹാബുകും നിഷേധമാണ്. മക്കത്തെ മണ്ണിൽ അങ്ങൊട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളില്ല ബാനിയങ്ങില്ല ചെന്നിട്ടുള്ളേ വലിയൊരു ഹുക്കും അങ്ങ് അവിടെ ഹൊരടിച്ചിട്ട് ആ കാബത്ത് ബായിൽ ആ ലെറ്റർ 10 വാട്ടിയപ്പ 3 വർഷം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വർഷം മറത്ത പച്ചയിലങ്ങ് തിന്നിട്ട് ആ മുഅ്മിനീങ്ങളായ ആൽമാർക്ക് തന്നിയുടെ ടേസ്റ്റ് പോലും കിട്ടാണ്ടായി പോയിട്ട് എന്നിട്ടു ചരിത്രത്തിൽ കണ്ട്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചൊല്ലു അണ്ട് സ്വഹാബത്ര മോശനുക ആടിടെ വിട്ടട പോലെ ഇന്തിണ്ടാൻ കാരണം എലത്തിണ്ടെങ്കിൽ അത് മാത്രമല്ലേ പുറത്തു വരൂ. ആ മഹാന്മാർ കഴിഞ്ഞു പോയ കഷ്ടം എത്രയാണ് മുഅ്മിനീങ്ങളെ. ഖന്ദഖ് ചൊല്ല ഏറ്റവും വലിയ ഗുളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും എടുക്കുമ്പോ കല്ല് വെച്ചിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഗുളി എടുക്കുക സ്വഹാബത്ര കൂടെ നിണ്ട്. അവിടെയാണ് സ്വഹാബത്ത് റസൂലുള്ളാഹിക്ക് ഒരു ശപഥാക്കലുണ്ട്, പ്രോമിസ് കൊടുക്കലുണ്ട്. നഹ്നുല്ലദീന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദാ. നബിയെ പേടിക്കാനുണ്ടില്ല, നിങ്ങളെ കൂടെ ഞങ്ങളുടെ ശ്വാസം ബാക്കിക്കിട കാലത്തെല്ലാം നിങ്ങളെ കൂടെ നിണ്ട് ഈ ദീന്റെ ഉയർച്ചകും ഉന്നതിക്കുവേനായി ഹോറാട്ടാക്കും ഞങ്ങൾ ഉള്ള നബിയെ ചെന്നിട്ട് പാടിയ സ്വഹാബത്ത്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മുന്നിൽ വന്ന് കംപ്ലൈന്റ് കൊണ്ട് നബിയെ
തിന്നുകില്ലാണ്ട് ജണ്ട് വാറമായി തന്റെ ബയറൊന്ന് നോക്കറു ചെന്നിട്ട് ചട്ട ഉദ്ദാക്കി കാട്ടുമ്പോ അബൂ തൽഹ ചൊല്ലെ ബദറും മുഹദും ഖന്ദഖിലും ഭാഗവഹിച്ചിയ സ്വഹാബി, ആ സ്വഹാബിയുടെ ബൈത്തിൽ വലിയൊരു കല്ല് കെട്ടിവെച്ച് കാണ്ട് ആ സ്വഹാബിയുടെ നബി തങ്ങൾ എങ്ങനെയാണ് സമാധാനപ്പെടുത്തിയെ? സ്വന്തം ചട്ടിടയും മുദ്ദാക്കിയിട്ട് അബൂ തൽഹയുടെ മുന്നിൽ കാട്ടുമ്പോ റസൂലുള്ളാഹിയുടെ ബയറിൽ ജണ്ട് കല്ലാണ് കെട്ടിയിട്ടുള്ളേ. കാരണം അബൂ തൽഹ ജണ്ട് വാരമേ തിന്നാണ്ടായിടെ നബി തങ്ങു തിന്നാണ്ട ജണ്ട് തിങ്കളായോണ്ട് ബന്ധു മുഅ്മിനീങ്ങളെ. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ചൊല്ലെ യലൗളുടെ മോണ്ടയും വിളിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലത് കാണ്ട ഹദീസിൽ, യാ ഉർവാ തിന്നുകില്ലാണ്ട് ജണ്ടര തിങ്കളായോണ്ട് ബന്ധു. അപ്പോഴാണ് ഉർവ തിരിച്ചു കേക്കടെ, പിന്നെ എങ്ങനെയാണ് കുഞ്ഞുമാനിങ്ങ ജീവിച്ചത്? ബിൽ അസ്വദാൻ, തന്നെയും കാരക്കയും തിന്നിട്ടാണ് ഓ മോനെ ഉർവാനങ്ങ ജീവിച്ചത് ചെന്നിട്ടു ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹാ ചെന്നിട്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദീൻ, ഈ ദീനിൽ അല്ലാഹു നമുക്കൊരു പ്രസവം തന്ന, നമുക്കൊരു പറപ്പ് തന്ന, പടപ്പ് തന്ന ചൊല്ലത് ഞങ്ങ ആറും അപ്പുറം അപ്ലിക്കേഷൻ ഇടാണ്ട്, ഞങ്ങ ആറും അപ്പുറം ഒരു റിക്വസ്റ്റ് ആക്കാണ്ട് അല്ലാഹു തന്ന നിഅമത്തുൽ ഉളുമയാണ്. ഇത് അദാനിക അംബാനിക അല്ലാഹു കൊടുത്തില്ല. ഒരു നാവ് മേലാക്കെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകൊള്ള മാത്രമേ ഉള്ളേ. ആ സൗഭാഗ്യം നമുക്ക് കൊടുക്കാണ്ട് പടച്ചറപ്പ് നമുക്ക് തന്നപ്പ ഓ മുഅ്മിനീങ്ങളെ, അത് കളയകൊള്ളങ്ങല്ല. ഞങ്ങൾക്കത് അഫ്ലഹ മൻ തസക്കാ, അല്ലാഹു വിജയിച്ചാറ് ചെന്നിട്ടു ഘോഷണാക്കി ആൽമാരെ കൂട്ടത്തിൽ പെടനായ ആൽമാരാണ്. അല്ലാഹു ഈ മജ്ലിസിലേക്ക് കാരണമാക്കി തരട്ടെ. അല്ലാഹുവേ നീ പൂർണ്ണമായി കബൂലാക്കണം റഹ്മാനെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ലോകം ഒന്ന് വിജയിച്ച് കിട്ടണം. ആ വിജയിച്ച് കിട്ടുള്ള സകല അടയാളങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ ഉണ്ടാക്കുള്ള പ്രയത്നം നടത്തണം. ഇമാം ശാതിബി റളിയല്ലാഹു അൻഹു കിതാബുൽ ഇഅ്തിസാം ചൊല്ല കിതാബിൽ ഞങ്ങൾ പഠിപ്പാട്ടിത്തണ്ട്. ഒരാൾ ഈ ലോകത്ത് വിജയിച്ചു പോയ ചൊല്ലേക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല 6 അടയാളങ്ങൾ വെച്ചിറാ. അതിൽ ഒന്നാമത്തെ അടയാളമാണ്, ഒരാൾ ഈ ലോകത്തിൽ വിജയിച്ചു പോയാ അവന് നാളെ ആഖിറത്തിൽ സ്വർഗത്തുള്ള ആളാണ് ചെന്നിട്ടുള്ള 6 അടയാളം കൊണ്ട് മുഅ്മിനീങ്ങളെ. അതിൽ ഒന്നാമത്തെ അടയാളമാണ് തൈസീറു ത്വാഅത്തി അലൈഹി, ആ മനുഷ്യക്ക് ഇബാദത്തെടുക്കുക അല്ലാഹു നല്ല സുലഭമാക്കി കൊടുക്കുക. അല്ലാഹു തആല ഇബാദത്തെടുക്കുക സുലഭം അവന് കൊടുക്കുക. ഇബാദത്ത് റൊട്ടിയുള്ള മഹബ്ബത്ത് ആ മനുഷ്യയുടെ അതേ മനസ്സിൽ കൊടുക്കുക. അതേ ടൈമിൽ ഞങ്ങളെ കൂടെയില്ലേ കുറെ ആൽമാർ മൊബൈൽ 2 ഗണ്ടയും 3 ഗണ്ടയും 4 ഗണ്ടയും 5 ഗണ്ടയും നോക്കിയെങ്കിൽ ഒരു വറക്കും വരലില്ല, ഒരു മടിയും അതിലുണ്ടാവലില്ല, ഒരു ബോറിംഗും അതിൽ വരലില്ല. ഇണ്ട് ബല്യാസയാണ്. സൂറത്തുൽ കഹഫ് പ്രത്യേകം ഓതുക സുന്നത്തുള്ള 4 അതിലെ കൂടെ സൂറത്തു ദുഖാനും കൂടി ഓതുകുള്ള സുന്നത്തുള്ള 4. മൻ ഖറഅ സൂറത്തു ദുഖാനി യൗമൽ ജുമുഅത്തി ഔ ലൈലത്തുൽ ജുമുഅത്തി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരാൾ സൂറത്തു ദുഖാൻ ജുമുഅയുടെ ജാവുല ജുമുഅയുടെ പോല്ല ഓതിയേണ്ട കണ്ടെങ്കിൽ അവനുക്ക് അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മാണാക്കള ചെന്ന് പടിപാട്ടി തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ കഹഫ് ഒരു വാരത്തിൽ നമുക്ക് അല്ലാഹു തആല ഓതുക ചെന്നിട്ടു ഞങ്ങ ഇണ്ട് ഓതിരമാ. പലർക്കും സൂറത്തുൽ കഹഫിന്റെ മിസ്സായില്ലേ. ഒരു 4 ഗണ്ട അല്ലെങ്കിൽ 10 മിനിറ്റ് സൂറത്തുൽ കഹഫ് ബെക്കുള്ള ടൈമിനോ കിട്ടാണ്ടായി പോയില്ലേ. അതേ ടൈമിൽ മൊബൈലിൽ ഒന്ന് സംഖ്യ എടുത്തു നോക്കൂ, അതിലൊരു ഹിസ്റ്ററി ഒന്ന് എടുത്തു നോക്കൂ. യൂട്യൂബ് എത്ര ഗണ്ടയാണ് ഞങ്ങളെ കണ്ണ് മുന്നിൽ വന്നിരേ. ഇൻസ്റ്റാഗ്രാം എത്ര ഗണ്ടയാണ് ഞങ്ങളെ കണ്ണ് മുന്നിൽ വന്നിരേ. ഫേസ്ബുക്ക് എത്ര ഗണ്ടയാണ് ഞങ്ങളെ കണ്ണ് മുന്നിൽ വന്നിരേ. 5 ഗണ്ട 6 ഗണ്ട മിനിമം മൊബൈലിൽ ഒന്നൊരു ചെലവാക്കിയ ആളുകൾ സൂറത്തുൽ കഹഫ് ഓതുള്ള ടൈം കിട്ടാണ്ടായി പോയിട്ട്. ഇതിന്റെ ബഗ്ഗയാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പടിപാടിത്തണ്ട്. ഈ മനുഷ്യരുടെ മനസ്സിൽ നിഫാഖ് നിറഞ്ഞിര്.
ഈമാണ്ടൊട്ടിಗೆ കലപരക്കിയ അവിടെ സംഗതിയാണ് മുഅ്മിനീങ്ങളെ നിഫാഖ് കാപ്പട്യം തുള്ളത് അത് ഏറിപ്പോയി തീണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ ഈമാനിക്ക് ഡാമേജ് വന്നു പോവൂ. അല്ലാഹു തആല കാക്കട്ടെ. മുഅ്മിനീങ്ങളെ ദുനിയാവിടെ കാര്യവുമായി ഇടപെടുമ്പോൾ വല്ലാത്ത ആവേശമാണ്. അതേ ടൈമിൽ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാ ഒരു ഖുർആൻ ഒരു പേജ് ഓതുക, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് ഒരു ളുഹാ 2 റക്അത്ത് നിസ്കരിക്കുക. എന്തൊരു മഹത്വമുള്ള നിസ്കാരമാണ് ഖുർആൻ ഓത്തുകയാണ് അല്ല പടച്ചു വെച്ചിരെ. ഓരോ ഖുർആൻ ഓത്തുകും സുബ്ഹാനല്ലാഹ് ഓരോ അക്ഷരത്തും 10 ഹസനാത്തുകൾ അല്ലാഹു തആല തണ്ടേണ്ട ഹദീസ് പടിപാട്ടി തണ്ടേ. ആ ഹസനാത്തുകളെ സംഖ്യ എത്ര മുഅ്മിനീങ്ങളെ, അതിലെ ക്വാളിറ്റി എത്ര മുഅ്മിനീങ്ങളെ. ഹജ്ജ് ഒരു ഹസനത്താണ്, സുബ്ഹാനല്ലാഹ് റമളാന്റെ നോമ്പ് ഒരു ഹസനത്താണ്, സകാത്ത് ഒരു ഹസനത്താണ്. ഖുർആന്റെ ഒരക്ഷരത്തിക്ക് 10 ഹസനത്ത് തണ്ടയെന്ന റബ്ബ് ഇതിൽ ഏത് തണ്ടേണ്ട നോക്കത്തില്ല മുഅ്മിനീങ്ങളെ. ചിലത് 10 ആവിടു, ചിലത് 70 ആവിടു, ചിലത് 700 ആവിടു, ചിലത് 90,000 ആവിടു, ചിലത് 1,00,000 ആവിടു. അതുകൊണ്ട് നീയത്ത് പോലെയാണുള്ള അല്ലാഹ്. മുഅ്മിനീങ്ങളെ കഴിഞ്ഞുപോയ മഹാന്മാരെ ജീവിതം എങ്ങനെയാണ്? മഹാനായ സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു ലോകത്തിൽ പേര് കേട്ട മഹാനല്ലേ. ഞങ്ങളെ ഉസ്താദുമാരെ ഉസ്താദല്ലേ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ഒരു നാൾ അയാൾ നിസ്കരിക്കുന്ന സംഖ്യ എത്ര മുഅ്മിനീങ്ങളെ. എല്ലാ ഫർദ് നിസ്കാരത്തെയും റവാത്തിബ് മരിക്കിടത്തോളം നിസ്കരിച്ച മഹാനാണ്. റവാത്തിബുകളെ മഹത്വം മനസ്സിലാക്കിയാർ സുബഹിയുടെ മുന്നത്തെ റവാത്തിബ് സുബ്ഹാനല്ലാഹ് വല്ലാത്ത മഹത്വമുള്ള നിസ്കാരമല്ലേ. ളുഹുറുടെ മുന്നിലും പിന്നെയുള്ള റവാത്തിബ് നിസ്കരിച്ചെങ്കിൽ നരകം ഹറാമു ചെന്ന് പടിപാടി തന്ന നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസറിന്റെ മുന്നിലത്തെ റവാത്തിബ് എന്തൊരു മഹത്വമാണ്. റഹിമല്ലാഹു അബ്ദൻ യുസല്ലി 4 റക്അത്ത്, ഒരാൾ 4 റക്അത്ത് അസറിന്റെ മുന്നിൽ നിസ്കരിക്കാണ്ട് കണ്ടെങ്കിൽ പടച്ച റബ്ബുടെ റഹ്മത്ത് അവനക്ക് കിട്ടിപ്പോയിട്ട്. മുഅ്മിനീങ്ങളെ വല്ലാത്ത മഹത്വമുള്ള ഈ റവാത്തിബ് നിസ്കരിച്ച മഹാനായ സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു അവസാന കാലത്ത് പോലും 90 വർഷമായിട്ട് പോലും മഹാന് തെറ്റി നിസ്കരിച്ചില്ല. നിണ്ട് നിസ്കരിച്ചതായിട്ടാണ് മഹാനുകൾ ചൊല്ലുള്ളേ. അങ്ങ് രക്ഷപ്പെട്ടു പോയാർ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സ്വഹീഹുൽ ബുഖാരി ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നാളെ ആഖിറത്തിൽ എത്തിപ്പെട്ടെങ്കിലാ ആ മഹാനക നാളെ അല്ലാഹുടെ മുന്നൊരു ചൊല്ലുകൊണ്ടു അല്ലാഹ് ബുഖാരിയിലുള്ള ഓരോ ഹദീസും നാണിയൽദ്യതി എങ്ങനെ കൊണ്ടുണ്ടാ കുളിച്ചിട്ട് ഉളു എടുത്തിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് ഇത്രയും ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ പറഞ്ഞുകൊണ്ട് കണ്ടെങ്കിൽ 16,000 കിലോമീറ്റർ മഹാൻ നടന്നു പോയിട്ട് നാളെ ആഖിറത്തിൽ ഇമാം ബുഖാരി ചൊല്ലുകൊണ്ട് ബൈത്തിന്റെ ഭാഗത്തിൽ 8ഓളം രോഗം എന്ന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് മുതഅല്ലിമീങ്ങൾക്ക് ദർസ് എടുക്കുമ്പോ അടിയിൽ ബക്കറ്റ് വെച്ചിട്ടാണ് ദർസ് എടുക്കലുള്ളേ. എന്തേ കാരണം? സുബ്ഹാനല്ലാഹ് ഫൈൽസ് രോഗമാണ്. ദർസ് എടുത്ത് തീരുമ്പോ 1/4 ബക്കറ്റ് 1/2 ബക്കറ്റ് ചോര നിറഞ്ഞിട്ടിക്കിടേ. വല്ലാത്ത നൊമ്പലം തടിയിൽ ഇന്നിട്ട് പോലും ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുടെ ദർസ് മുടക്കം വന്നില്ല. നാളെ ആഖിറത്തിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലുകൊണ്ടു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് അണ്ടത്തെ രാജാക്കന്മാർ പിടിച്ച് ജയിലിൽ ഇട്ടില്ലേ. അയാളെ മുട്ടും ഓരോ ഗണ്ടകം മുടച്ചിട്ടില്ലേ. എന്ത് കാണത്? പരിശുദ്ധമായ ഖുർആൻ കലാമുല്ലാഹ് ചൊന്നതിന്റെ പേരിലാണ്. അണ്ടത്തെ ആൽമാരെ വാദമിന്ത് ഖുർആൻ അല്ലാഹുടെ കലാമല്ല, അത് അല്ലാഹുടെ സൃഷ്ടിയാണ്.
തങ്ങളെ പോലത്തെ ഒരു സൃഷ്ടിയാണ് ഖുർആൻ ചൊന്നിട്ട് നിങ്ങൾ ചൊന്നതിന്റെ പേരില് അഹ്മദ് ഇബ്നു ഹംബൽ അങ്ങളെ കൂടെ നിണ്ടില്ല മോമിനിങ്ങള്. മുസ്ലിമീങ്ങളെ ഇടയിലും ഇണ്ട് കുറെ ഭിന്നതയില്ലേ. ഇത് ഇണ്ട് ഇന്നലെ തുടങ്ങിയതല്ല, പണ്ടേ ഞങ്ങളെ ഉലമ അനുഭവിച്ചതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ ആരാണ് കൊന്നര ചെന്നെങ്കിൽ മുശ്രിക്കീങ്ങ അല്ല, ഉള്ള മുസ്ലിമീങ്ങാണ്. അഹ്മദ് ഇബ്നു ഹംബലിന്റെ കൈക്കാല് പൊളിച്ചിട്ട് ആൽമാർ ആരുണ്ട് കേട്ടെങ്കിൽ അത് കാഫിരീങ്ങ അല്ല, മുസ്ലിമീങ്ങാണ്. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുടെ പോണ്ട തെരുളു കല്ലെറിഞ്ഞ ആൽമാർ ആരാണ്? ഇമാമുന ശാഫഈ ചൊല്ലെ വല്ലാത്ത സൗമ്യ സ്വഭാവത്തെ ആള് ഗീബത്തും നമീമത്തും ചൊന്നു നടന്ന ആൾമാർ ആരാണ്? അത് കാഫിരീങ്ങ അല്ല, ഉള്ള മുസ്ലിമീങ്ങാണ്. ഈ പ്രയാസങ്ങളെല്ലാം സഹിച്ച അങ്ങ് നാളെ ആഖിറത്തിൽ ചൊല്ലുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹ് നിന്റെ ദീനിക വേനായി വല്ലാത്ത കഷ്ടം ഞങ്ങ വന്നിറ. അതോടുകൂടെ ഞങ്ങളെ ഗേറ്റ് പാസ് അവിടെ മുഅ്മിനീങ്ങളെ. അതേപോലെയല്ലേ സകല ഹദീസിലും കണ്ട വലിയൊരു മഹാനുണ്ട്, സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു. എത്ര വലിയ മഹാനാണ്! ആ മഹാൻ മരിച്ചിട്ട് ഖബറിൽ വെക്കുമ്പോ, ആ മഹാന്റെ അതേ ഖബറിൽ വെച്ച് മണ്ണിടുമ്പോ ഒരു തായ്ക്കല്ല അവിടെ പോന്നു പോയിട്ട് എടുത്തിട്ടൊന്ന് നേരാക്കി വെക്കുക. നോക്കുമ്പോ അത്ഭുതമായ ദൃശ്യമാണ് ഖബറുൽ കണ്ടേ. എന്തരയാണത്? സാബിത്ത് റളിയല്ലാഹു അൻഹു നിണ്ട് നിസ്കരിച്ചോണ്ടുണ്ടോ, മരിച്ചിട്ട് ചെന്നിട്ട് ഉറപ്പായ മനുഷ്യനെ മണ്ണിടമ്പാണ്. അതേ ആ മഹാൻ നിസ്കരിക്കുന്നത് കണ്ടേ നേരെ ഓടി വന്ന് ആൽമാർ അയാൾ ഔത്തിൽ പോയി അയാളുടെ പെഞ്ഞായിട്ട് കേട്ടാർ. ആ സാബിത്തിന്റെ ജീവിതം എങ്ങനെ വല്ലാത്ത അത്ഭുതമല്ലേ ഖബറിൽ കണ്ടുപോയെ. അപ്പോഴാണ് ആ ഉത്തരങ്ങകളുടെ ആ മഹാൻ വല്ലാത്ത മഹാനാണ്. എല്ലാ നാളും 300 റക്അത്ത് എക്സ്ട്രാ സുന്നത്ത് നിസ്കരിക്കട മഹാനാൻ. എന്നിട്ട് എല്ലാ നിസ്കാരത്തെ പിന്നാലെയും മഹാൻ ദ്വാർക്കലുണ്ട്. അല്ലാഹ് ആരെങ്കിലും ഈ ലോകത്ത് മരിച്ചിൽ പിന്നെ ഖബറിൽ വെച്ച് നിസ്കരിക്കുള്ള തൗഫീഖ് നീ കൊടുക്കാണ്ട് കണ്ടെങ്കിൽ ഈ സാബിത്ത് തരണു അല്ലാഹ്. മുഅ്മിനീങ്ങളെ, മരിച്ചൽ പിന്നെ ഇത് നടക്കുവാ ചൊന്ന് കേക്കട പലരുമില്ലേ. ബുദ്ധിശൂന്യമായ വാദമല്ലേ. ഇവിടെ എല്ലാം ആക്കിടത് അല്ലാഹുവല്ലേ. ഒരാളകത് തീരലാണ്ട് ചെന്നെങ്കിൽ യഥാർത്ഥത്തിൽ ആരെയാണ് കൊശനാക്കിടെ? ഞങ്ങളെ സൃഷ്ടിച്ച പരിപാലിച്ച ഒന്നുമല്ലാത്ത ഞങ്ങളെ ഇത്രയും ബലിയാക്കിയ പടച്ച റബ്ബുടല്ലേ. അവന് കൊണ്ടാവുന്നു തീരാത്ത വിഷയം. പരിശുദ്ധമായ സൂറത്ത് സജദ പടിപാടി തന്നില്ലേ? ഫലാ തകൂ ഫീ മിരിയത്തിൻ മിൻ ലിഖാഇഹി. ഓ നബിയേ, മൂസാ നബി അലൈഹിസ്സലാമുടെ ഖബറിൽ വെച്ച് നിസ്കരിച്ച ദൃശ്യം നിങ്ങൾ അതേ ഇസ്രാ മിഅ്റാജ് പോയപ്പോ മസ്ജിദുൽ അഖ്സായുടെ ഭാഗത്തിൽ മറമാടപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമുടെ ആ നിസ്കരിച്ചതായിട്ട് കണ്ടില്ലേ? ആ കണ്ടതിൽ നിങ്ങൾ സംശയിക്കണ്ട. ഖുർആനാണ് വിളിച്ചു ചെന്നുകൊണ്ടുള്ളേ. ഏത് മഹാന്മാർക്കുമുള്ള കഴിവങ്ങം കറാമത്തുങ്ങം മരണത്തോടുകൂടെ മുറിഞ്ഞു പോണ്ടതല്ല. സയ്യിദുനാ ഇമാമുന റംലി റളിയല്ലാഹു അൻഹു ചെന്നില്ലേ? ലാ തൻഖതിഉ കറാമാത്തുൽ ഔലിയാഇ ബഅദൽ മൗത്ത്. മരണത്തിൽ പിന്നെ മുറിഞ്ഞു പോണ്ടതല്ല ഞങ്ങളെ കറാമത്തുങ്ങം ബഹുമാനങ്ങം. മുഅ്മിനീങ്ങൾ ആ ഭാഗത്തുകനാണ് കിടക്കില്ല. ആ മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുടെ ഒരു ക്വസ്റ്റ്യൻ അല്ലാഹുടെ മുന്നിൽ ഒരാളുക നീന് ഖബറിൽ വെച്ച് നിസ്കരിക്കുള്ള തൗഫീഖ് കൊടുക്കുടാണ്ട് കണ്ടെങ്കിൽ അല്ലാഹ് നക്ക് നീനു തരണു. അല്ലാഹ് ദുആത്ത് ഉത്തരം കിട്ടിപ്പോയിട്ട് മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിൽ വല്ലാത്ത ടേസ്റ്റ് പിടിച്ച മഹാന്മാരാണങ്ങ. സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ആ മുശ്രിക്കീങ്ങ വന്ന് കേട്ടില്ല, ഖുബൈബേ ഇപ്പൊ 1 മിനിറ്റിൽ 2 മിനിറ്റിൽ നിണ്ടണങ്ങ കല്ല് കിട്ടാ. നീനതേ നിന്റെ അവസാനത്തെ ചാൻസ് ഉണ്ട്, നിക്ക് എന്ത്ര പേര് ചൊല്ലൂ. സയ്യിദുനാ
സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹു ചെന്ന ഉത്തരമാണ് ദഊനി ഉസല്ലി റകഅതൈൻ. ആത്മഹത്യാക്കുടെ കാലമല്ലേ, ചെറിയ എക്സാമിൽ ഫെയിലായതിന്റെ പേരിൽ, ജീവിതത്തിൽ നൊമ്പലം അനുഭവിച്ചതിന്റെ പേരിൽ, ഡിപ്രഷനായതിന്റെ പേരിൽ, അതേ പലരും അല്ലാഹുവിലുള്ള ഖദറിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇതിനൊക്കൊന്നും തെരുവില്ല ചെന്നിട്ട് ആത്മഹത്യാക്ക് നിറഞ്ഞ കാലമല്ലേ. ബാലക്കാരുമാറും ബാലകാർത്തിമാരും പല അഡിക്ഷനിലും പെട്ടിട്ട് കുടുങ്ങിപ്പോയ കാലമല്ലേ. ഡ്രഗ്സിൽപ്പെട്ട ആൽമാരെത്തര, സെക്സിൽപ്പെട്ട ആൽമാരെത്തര, സുബ്ഹാനല്ലാഹ് ലൗവിൽപ്പെട്ട ആൽമാരെത്തര. അവസാനം ഡിപ്രഷനിൽ ലൈഫ് പോയില്ലേ. കണ്ട ഒരു പരിഹാരമല്ലേ ആസിഡ് കുടിക്കുന്നത്, അല്ലെങ്കിൽ വിഷം കുടിക്കുന്നത്. കുടിക്കലോട് കൂടെ ജീവിതം തീർത്തില്ലേ. ഒരു ഭാഗത്ത് അമേരിക്കയും യൂറോപ്പും ഇത് മടുത്ത് പരിശുദ്ധമായ ഖുർആൻ റഫറൻസ് ആക്കുക തുടങ്ങില്ലേ. ഈമാനില്ലാത്ത ആൽമാർ ഈമാനുക വന്നില്ലേ. ഈമാനുള്ള ഞങ്ങളെ റായത്തിലുള്ള ആൽമാറാ ഇതും വലിച്ചെറിഞ്ഞു പോയില്ലേ. ഓ മുഅ്മിനീങ്ങളെ, ഇണ്ട് കോളേജ് ക്യാമ്പസിൽ നടക്കണ എന്തിനാണ്? ഇന്നലെ നാണ് പറയുമ്പോ ഒരാള് വിളിച്ചു ചെന്നു, കോളേജ് കടത്ര പോലെ ഇല്ല ഉസ്താദേ, ബുർക്ക ഇട്ടോണ്ട് പോയ പെണ്ണ് മോളുടെ പോലും നീന് ബുർക്ക ഇട്ടമാച്ചൊന്നു തമാശാക്കട ഇസ്ലാമിക് ക്യാമ്പസ് ആണ് വന്നുകൊണ്ടുള്ളേ. മത്തങ്ങളെ ക്യാമ്പസ് അല്ല നാണ് മുണ്ടിയോണ്ടുള്ളേ. ഞങ്ങളെ പേരുള്ള സ്വന്തം ക്യാമ്പസിൽ പോലും ബുർക്കയിട്ട് പോയ പെണ്ണിടെ തമാശാക്കിടെ എത്ര ബുർക്ക ഇടാത്ത പെണ്ണുമക്കുള്ളാറ് ഇതിറാണ്ട് വലിയൊരു ദുരന്തമിനെ കാണുണ്ടാ. സ്വന്തം ബുർക്ക ഇടാണ്ടിക്കിടതും ഹിജാബാക്കാണ്ടിക്കിടത് അവനോനുകപുട്ട വിഷയം അവരും അള്ളാഹു നോക്കുവാറ്. അതേ ടൈമിൽ ഇനൊർത്ത ബുർക്കിട്ടത് നോക്കിയിട്ട് തമാശാക്കിടെ പെണ്ണില്ലേ. എന്തൊരു കിബറത്തിയാണവളോ. അള്ളാഹുടെ ദീന്റെ ചോദ്യം ചെയ്ത പെണ്ണല്ലേ. ഈമാൻ കിട്ടുവാ. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ. വല്ലാത്ത പോക്കാണ് മുഅ്മിനീങ്ങളെ ഇണ്ട് ക്യാമ്പസ് പോയോണ്ടുള്ളേ. ഞങ്ങ ഏതോ ഒരു ഗഫലത്ര ദുനിയാവിലുള്ള. സുബ്ഹാനല്ലാഹ്, ബാംഗ്ലൂർ ടൗണിൽ എന്തിനാണ് നടക്കടേ? ചെറിയ ചെറിയ പൗണാലും പന്നിണ്ടും പൈമൂന്നേജായ മക്കങ്ങ. അങ്ങളെ പാർട്ട്നർസ്മാരാരാണ് മുഅ്മിനീങ്ങളെ? വ്യഭിചാരികാണ്. എന്തൊരു വ്യഭിചാരമാണ് മുഅ്മിനീങ്ങളെ. ഒരു സൈക്കോളജിസ്റ്റ് ഇട്ടൊന്ന് പോയി നോക്കറൂ, ഒരു കൗൺസിലിംഗ് നടത്തുന്ന ആൽമാരട്ടൊന്ന് പോയി കേക്കറൂ. ഇണ്ടത്തെ സമാന്റെ മക്കളെ അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങ വേർച്ചതുപോലെയല്ല മുഅ്മിനീങ്ങളെ. ഞങ്ങ ഇണ്ടും കെന്തിലുള്ള കപ്പങ്ങാണ്. ഞങ്ങളെ മക്ക വളർന്നാറ് വികസിച്ചാറ്. മൊബൈലിലുള്ള സകല അപ്ഡേറ്റ് നമ്മ മനസ്സിലാക്കിയാറ്. ഞങ്ങ ഒന്നും തെരിയാത്ത ആൽമാരായി പോയ, ഇനി തെരിടെങ്കിലും തെരിയാത്തങ്ങളെ പോലെ നടനാക്കിടെ കണ്ണ് മുച്ചരാൽമാരായി പോയാ എന്തേ? മക്കളെ പേടിയാണ്, മക്കളൊട്ടികളുടെ കൊണ്ടാട്ടാണ്, മുലാജിയാണ്, പേടിയാണ്. എന്തെങ്കിലും ആക്കിറുവാണ ചൊല്ല പേടിയാണ്. അതുകൊണ്ടൊരബ്ബവും അതേ മക്കളെ നിസ്കരിക്കുക ഫോർസാക്കലില്ല, നോമ്പ് നോക്കുക ഫോർസാക്കലില്ല, സുബ്ഹാനല്ലാഹ് ഹിജാബിടുക ഫോർസാക്കലില്ല. ഒന്നുകുമിണ്ടതേ ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പണ്ടത്തെ അബ്ബുമ്മമാരെ പോലെ ഫോർസാക്കലില്ല. അതുകൊണ്ട് ഞങ്ങളെ മക്കളെ നിലവാരം എന്തായിട്ട് ഞങ്ങളെ മനസ്സിലെ ശക്തി കുറഞ്ഞു പോയിത്തോ. അങ്ങക്ക് ചെറിയ ചെറിയ വിഷയങ്ങൾ പറയുമ്പോ താങ്ങുകാവാത്ത അവസ്ഥ വന്നു പോയിട്ട് അബ്ബായ ആള് ആ മോളുടെ അത്ര കാലം ബൽത്തിയിട്ട് ഒരു പലക്കം ആ മോളുടെ മുന്നിൽ ചെന്നപ്പോ ആ മോളുകത് ഡിപ്രഷനായി പോയിട്ട് പിന്നെ കണ്ടത് മോളുടെ ചകമാണ്. അല്ലാഹു ഞങ്ങളെ ഉമ്മത്തിനെ കാക്കട്ടെ. സയ്യിദുനാ ഖുബൈബ് റളിയല്ലാഹു അൻഹുടെ ഇപ്പൊ നിന്റെ കല്ല് കിട്ര ചൊല്ലുമ്പോ ഏത് മനസ്സും പടക്കുന്ന ടൈമാണ്. ആ മഹാൻ ശത്രുക്കളെ മുഖം നോക്കിയിട്ട് ധൈര്യത്തിൽ ചെന്ന പലക്കമാണ് ദഊനി ഉസല്ലി റകഅതൈൻ. നണ്ടൊന്ന് പുട്ടു തറുന്നിങ്ങ 2 റകഅത്ത് ഞാൻ നിസ്കരിക്കടേ. ആ നിസ്കരിച്ചിട്ടാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുടെ കല്ല് കിട്ടുന്നത്. സുബ്ഹാന ജല്ല ജലാലുഹു.
സയ്യിദ് ഇബ്നു ദസിന റളിയല്ലാഹു അൻഹു ശത്രുങ്ങ ഓഫർ കൊടുത്താറ്, സയ്യിദേ ഒരു ഓഫർ നിക്കണങ്ങ തണ്ട, നിന്റെ ജാഗത്തില് മുഹമ്മദ് ഇക്കട്ട് ചെന്നിട്ട് നീ വേർച്ചുണ്ടെങ്കിൽ മൈ നിന്റെ നങ്ങ പുട്ടുപുട്ര നിന്റെ കൊല്ലുല്ല സയ്യിദേ. സയ്യിദ് ഇബ്നു ദസിന റളിയല്ലാഹു അൻഹു ശത്രുക്കളെ മുഖം നോക്കി ചെന്ന പലക്കമാണ്, ശത്രുക്കളെ, നന്റെ ജാഗത്തില് മുഹമ്മദ് നബി ഉണ്ടായിട്ട് ആ നബി തങ്ങളെ കാലുകൾ മുള്ളുകുത്തുന്നത്, നാണുപോയി ഔത്തുല് ബെഡിൽ ആറാമായി കിടക്കിടത്, നന്റെ ജീവത്തില് ശ്വാസമിക്കിട കാലത്തോലും നാണിഷ്ടപ്പെടല. അങ്ങനെ ചൊന്നു ജീവം കൊടുത്ത മഹാനാണ് സയ്യിദ് ഇബ്നു ദസിന റളിയല്ലാഹു അൻഹു. എവിടെ മുഅ്മിനീങ്ങളെ ഞങ്ങളെ ഈമാൻ, എത്ര സംഭവങ്ങളാണ് കണ്ടേ. അതുകൊണ്ടല്ലേ മഹാന്മാർ ചൊന്നത്, ഒരാളെ കൽബ് അതേ ചത്തുപോയിട്ട് ചൊല്ലുതിരെ ഏറ്റവും വലിയ അടയാളം എന്തിര്? മഹാനായ അതേ അബുൽ ലൈഥി സമർഖന്ദി റളിയല്ലാഹു അൻഹു പടിപാടി തണ്ട്, ഒരാളെ കൽബ് ചത്തുപോയിട്ട് ചൊല്ലുതിരെ ഏറ്റവും വലിയ അടയാളം നിസ്കാരത്തിൽ മാധുര്യം കിട്ടാണ്ടിക്കിടതാണ്, സ്വലാത്തിൽ മാധുര്യം കിട്ടാണ്ടിക്കിടതാണ്, നോമ്പുൽ മാധുര്യം കിട്ടാണ്ടിക്കിടതാണ്. സ്വലാത്തിൽ നിസ്കാരത്തിൽ എന്തും ഭക്തി കിട്ടില്ല ഉസ്താദെ. പലരെയും കംപ്ലൈന്റ് ആണ്, നിസ്കാരത്തിൽ ടേസ്റ്റ് കിട്ടലില്ല. നിസ്കരിക്കട പണ്ട സലാം വിട്ട കൈ കെട്ടിയതൊന്ന് കൊണ്ടുണ്ട്, പിന്നെ സലാം വിട്ടിയപ്പം കൊന്തായി നിസ്കരിച്ചുകൊണ്ടുള്ള നങ്ങാണ് കൊരിയാൽമാരവസ്ഥ കാണാൻ. എന്നെ നോമ്പ് നോക്കിയവനാ, അവൻ നോമ്പിടെ തീർത്ത കാണാന്നെങ്കിൽ സുബൈൽ പിടിച്ചിട്ട് അസർത്തോൽ മൊബൈൽ നോക്കി ടൈം പോയത് കൊന്തായിട്ടില്ല ജോലി നോമ്പ് തീന്ത് നോമ്പ് തുറക്കമ്പാണ് കൊന്തായ, നോമ്പ് ഉണ്ടുണ്ട് എന്നിട്ട് കൊന്തായാണോ നോമ്പ് തുറക്കം. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഒരു മനുഷ്യയുടെ ജീവിതത്തിൽ അവന്റെ കൽബു ചാവകയായിട്ട് ഞങ്ങൾ ചൊല്ല. ഡയാബറ്റിക് വന്ന ആളെ ಬಗ್ಗೆ ഞങ്ങൾ ചൊല്ല, അവന്റെ കാല് ചത്തുപോയി ഇതിനെ മുറിക്കണം ഡോക്ടർമാർ ചൊല്ലാറ്. കുറെ നോക്കിടാറ്, ഒരു വാരം 2 വാരം ട്രീറ്റ്മെന്റ് ആക്കിടാറ്, ആക്കിയിട്ട് ലാസ്റ്റ് ചൊല്ലാറ് ഡെഡ് പോയിടുത്, ലാസ്റ്റ് മുറിച്ചെടുക്കിടാറ്. ഇതേപോലെയാണ് മുഅ്മിനീങ്ങളെ നിസ്കാരത്തിലും ചൊല്ല സ്വലാത്തിലും ദിക്റിലും ഞങ്ങൾക്ക് വേണ്ടതുപോലെ മാധുര്യം ബണ്ട്ലാണ്ട് കണ്ടെങ്കിൽ ആ ഡയാബറ്റിക്കിടെ ഏറ്റവും വലിയ സീക്ക് ഹാർട്ടിക്ക് പിടിച്ചിട്ടുണ്ടാണ്. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ആ മാധുര്യം പറഞ്ഞുണ്ടായെങ്കിൽ എന്താക്കണം മുഅ്മിനീങ്ങളെ? ഇൻഷാ അല്ലാഹ് വിഷയത്തിനാണ് പണ്ട് ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ആക്കണ ഇബാദത്ത് ഞങ്ങമേ ആക്കണു. സൂറത്തുൽ മുൽക്ക് ഞങ്ങാണ് ഓതനായ ഞങ്ങളെ മക്കോതിയിട്ട് കാര്യമില്ല. സൂറത്തുൽ ഫാത്തിഹ ഞങ്ങാണ് ഓതനായ ഞങ്ങളെ മക്ക ഓതിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഏത് സൂറത്തിന് ഖുർആന്റെ ഓതാണ്ടിക്കൊരു ശിക്ഷയിക്കല. പക്ഷേ സൂറത്തുൽ ഫാത്തിഹ വേണ്ടതുപോലെ ഓതില്ലാണ്ട് കണ്ടെങ്കിൽ ശിക്ഷയുണ്ട് മുഅ്മിനീങ്ങളെ. കാരണം അത് വാജിബാണ്. 7 റക്അത്തിൽ ഓതുക നിർബന്ധമായ സംഗതിയാണത്. നന്റെ മോന് ഹാഫിദ്, നന്റെ മോള് അത്, നന്റെ വലിയ മോൻ അമേരിക്കത്തിൽ ചെന്നിട്ട് കാര്യമില്ല മുഅ്മിനീങ്ങളെ. ഞങ്ങളെ സ്വന്തം ഇബാദത്ത് ഞങ്ങാണ് എടുക്കാനായത്, ആരും എടുക്കുക പണ്ടില്ല. അറ്റ്ലീസ്റ്റ് ഫാത്തിഹ എങ്കിലും തജ്വീദ് അനുസരിച്ച് ഓതുള്ള പ്രയത്നം നടത്തുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഓ മുഅ്മിനീങ്ങളെ, നിസ്കാരത്തിൽ നല്ല ഖുശൂ കിട്ടണ, നല്ല മാധുര്യങ്ങൾ കിട്ടണ 2 കാര്യമാണ് സകല മഹാന്മാരും പടിപാടി തന്നേ. അതിൽ ഒന്നാമത്തതാണ് അക്ലുൽ ഹലാൽ. ഹലാല് മാത്രം തിന്നുകൊള്ള പ്രയത്നം നടത്തുന്നു. KFC എത്ര പെണ്ണിങ്ങാണ് ഞങ്ങളെ പെൺമക്ക ഓടിപോണ്ട്, അത് കണ്ടെങ്കിൽ ജീമ പോലെ ആക്കിടാൽമാരില്ലേ? ഞാൻ കേക്കട്ടെ ഉമ്മമാരെ, ആങ്ങളമാരെ, ഈ KFCയിൽ തന്റെ ചിക്കൻ ഏതാണ്? സ്വന്തം ഞങ്ങളെ റായത്തിലുള്ള മുസ്ലിമായ ആളുടെ ചിക്കൻ്റെ അങ്കടിൽ പോലും ശരിയായി അറുക്കാത്ത കാലമാണിത്. പിന്നെ ഏത് ധൈര്യത്തിലാണ് ഉമ്മമാരെ, പെങ്ങന്മാരെ, നന്റെ ബാലക്കാറുമാരെ KFCക്ക് പോയി ബ്രോസ്റ്റഡ് തിന്നിടേ? ഏത് കമ്പനിയാണത്? അതിലെ ഓണർ ആരാണ്? അവനുക്ക് എന്തിര ഹലാല്, അവനുക്ക് എന്തിര ഹറാമു, അവനുക്ക് എന്തിര നജസാണ്? മുഅ്മിനീങ്ങളെ, ശരിക്കും സബഹാക്കാത്ത സാധനം തിന്നുമ്പോ ശരിക്കും ഞങ്ങൾ ചകതിൻ്റെത് പോലെയാണ്. ഇസ്ലാമുടെ വിധി എത്രത്തോളുണ്ട്. ഒരാൾ നല്ല മട്ടൻ സ്റ്റാൾ നടത്ത്, ആ മട്ടൻ സ്റ്റാൾ നടത്തുന്ന ആളുടെ
ഒരു 4 ചണ്ടാടങ്ങ സീക്ക് വന്ന് ചത്തുപോയിട്ട് ഇത് കണ്ട അപ്പുറത്തെ ഉത്തര കാഫിരിങ്ങ വന്ന് കേട്ടാറ് മുതലാളി ആ ചത്തുപോയ ചണ്ടാട നങ്ങോ തണ്ടാറ നിങ്ങ തിന്നില്ലല്ലേ കൊടുക്കുക തീറുവാണ്ട് കേട്ടെങ്കിൽ ഇസ്ലാമിന്റെ നിയമം നിക്ക് ഹറാമായത് അവനുകും ഹറാമാ. പിന്നെയല്ലേ മുഅ്മിനീങ്ങളെ ഏതോ ഒരാളെ പേരിലുള്ള ബ്രോസ്റ്റഡ് ചെന്ന് കൊമന്ന് തിന്നുമ്പോ ശരിക്കും ചക തിണ്ടത് പോലെയാണ്, നജസ് തിണ്ടത് പോലെയാണ്. ഈ ഹറാമങ്ങ തിണ്ട് 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 മാനബത മിനൽ ഹറാമി ഫഹുവ ഔലാ ബിന്നാർ. ഹറാമങ്ങ തിണ്ട് ബെൽഞ്ഞ തടിങ്ങയില്ലേ മോമിനിങ്ങളെ, അതിക്ക് നരകമല്ലാണ്ട സ്വർഗമില്ല. ബാനിയത്തങ്ങൊന്നു ജാഗ്രതാക്കണു, മീന് വിക്കടങ്ങൊന്നു ജാഗ്രതാക്കണു, ഇറച്ചി വിക്കടങ്ങൊന്നു ജാഗ്രതാക്കണു, സ്റ്റോറുങ്ങ നടത്തണങ്ങൊന്നു ജാഗ്രതാക്കണു. ഇങ്ങനെ ആഹാരവുമായി ബന്ധപ്പെട്ട പണി ആരെല്ലാം എടുക്കിടാറാ വഞ്ചനയില്ലാണ്ട് നടത്തുള്ള പ്രയത്നം നടത്തൂ. പൈൻറ്റുടെ സ്വർത്തുക പോണ്ട പാലക്കാറുമാരില്ലേ, മേസ്ത്രിയുടെ പണിയാക്കടെ പാലക്കാറുമാരില്ലേ, ഓഫീസിൽ വെച്ച് പണിയാക്കടെ ആൽമാരില്ലേ. ഞങ്ങളെ ഡ്യൂട്ടി വേണ്ടതുപോലെ എടുക്കാണ്ട് ഞങ്ങ 1 രൂപ ശമ്പളമാത്തു ആരെടുത്താണ്ട് കണ്ടെങ്കിൽ ബാധിക്കുന്നത് ഞങ്ങാണ്, ഞങ്ങളെ മക്കുകയാണ്, ഞങ്ങൾ ഔത്തുരുള്ള പെഞ്ഞായി മാറുകയാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്തെ ഉമ്മമാർ ബാപ്പായ ആള് ഔത്തര പറത്ത് സ്വർത്തുക പോകുമ്പോ വിളിച്ചു ചൊല്ലലുണ്ട്, ഞങ്ങ പട്ടിണി വേണമെങ്കിലും കിടക്കിടാ, നരകത്തെ തീ ഞങ്ങളെ കൊണ്ട് സഹിക്കുക സാധ്യമല്ല. ആ കാലം നഷ്ടപ്പെട്ടു പോയില്ലേ മോമിനിങ്ങള്. വൈക്കലിന്റെ ബാനിയാക്കട ആൽമാരെത്ര ഉള്ളാറ്, വണ്ടി വ്യവഹാരാക്കട ആൽമാരെത്ര ഉള്ളാറ്. ഏതിലും മുലാജിയില്ലല്ലേ. അള്ളാഹു ഹലാല് ഇത് എന്നിട്ട് വ്യക്തമായി പടിപാടി തന്നത്, ഹറാമ് ഇത് എന്നിട്ട് വ്യക്തമാക്കി പടിപാടി തന്നത്. കരുതി കൂട്ടി ഹറാമാക്കിയിട്ട് സമ്പാദിക്കട ആൽമാരില്ലേ, കടമെടുത്ത് തിരിച്ചു കൊടുക്കാത്ത ആൽമാരില്ലേ. ആവത് വന്നിട്ട് പോലും പല സബൂപങ്ങ ചെന്നിട്ടു മാറി നിൽക്കടെ, പിന്നം ഡേറ്റ് പോസ്റ്റ് പോണാക്കടെ ആൽമാരില്ലേ. ഇത് ബാധിക്കടെ ഞങ്ങളെ സ്വന്തം തടിക്ക് മാത്രമല്ല, ഞങ്ങളെ പിന്നാലെ വെള്ളിവളുടെ മുക്തമായ ഇന്നോസെന്റ് മക്കങ്ങയില്ലേ, ഞങ്ങളെ ജീവിതം ബർബാദായി പോവൂ. ഞങ്ങളെ മക്കങ്ങ കാഞ്ചാത്ത ആൽമാറാവുള്ള കാരണമെന്തേ, ഞങ്ങളെ മക്കങ്ങ വ്യഭിചാരിങ്ങാവുള്ള കാരണമെന്തേ, ഞങ്ങളെ മക്കങ്ങ ഞങ്ങ ചൊന്നതുപോലെ കേക്കാണ്ടിക്കുള്ള കാരണമെന്തേ, ഞങ്ങ കൊടുത്ത ആഹാരമാ. ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ആ മഹാൻ ആരെ ഉസ്താദാണ്? ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുയുടെ ഉസ്താദല്ലേ. എത്ര വലിയ സാമ്രാജ്യമാണത്, എത്ര വലിയ ആലിമീങ്ങാണത്. അങ്ങ് നടന്നു പോയ ഉടൻ അങ്ങോ നടക്കുക തീരുവാ. അങ്ങളെ കാണ്ടടിട ദൂലുക നങ്ങ സമമാ, അങ്ങളെ ശ്വാസത്തുക നങ്ങ സമമാ. അത്രയും വലിയ മഹാന്മാരല്ലേ. ആ മഹാന്മാരെ അബ്ബമാരെ ചരിത്രം കണ്ട് ഇമാം ഹറമൈൻ റളിയല്ലാഹു അൻഹുയുടെ അബ്ബം ഈ മോന് ജനിച്ചപ്പോ തീരുമാനാക്കിയിട്ട് നന്റെ മോനുക ഹലാലല്ലാത്ത ഒന്നും നാന് കൊടുക്കല, അങ്ങനെ ഹലാലായത് മാത്രം കൊടുത്തു വളർത്തിയ മോനാണ് ഇമാമുൽ ജുവൈനി, ഇമാമുൽ ഹറമൈൻ റളിയല്ലാഹു അൻഹു. ഇമാം ഗസാലി ആരാണ് മുഅ്മിനീങ്ങളെ? ചെറിയ പ്രായത്തിലെ അബ്ബ, സ്വന്തം അബ്ബ അതേ ആ മോന്റെ എല്ലാ മജ്ലിസും വിളിച്ചോണ്ട് പോകും. സകല ആലിമീങ്ങളെയും സയ്യിദന്മാരെ മുട്ട വിളിച്ചോ പോയിട്ട് ഈ ഗസാലി ഇമാമുകവേനായി ദ്വാരക്കൂ, എന്നിട്ട് ആ മഹാന്മാരെ കൊണ്ട് ദ്വാര പാട്ടു. പിന്നെ കണ്ടതെല്ലാം ആ മഹാന്റെ ക്രാന്തികളല്ലേ. ഇമാം ഗസാലി പരിചയപ്പെടാത്ത സബ്ജക്റ്റ് ഉണ്ടാ?
മാത്തമാറ്റിക്സ് എടുത്തു നോക്കൊരു ഗസാൽ ഇമാമുണ്ടു, രേഖാഗണിതം എടുത്തു നോക്കൊരു ഗസാൽ ഇമാമുണ്ടു, കെമിസ്ട്രി ഒന്ന് ഫിസിക്സ് ഒന്ന് എടുത്തു നോക്കൊരു ഗസാൽ ഇമാമുണ്ടു. ഇണ്ട് സകല ഫിഖ്ഹുകളെയും മൂല എവിടാണ്ട് കേട്ടെങ്കിൽ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിക് ഫിലോസഫി ലോകത്തേക്ക് പരിചയപ്പെടുത്തിയ മഹാനാണ് ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ആ മഹാൻ ബെൽഞ്ഞിരെ ഹലാലായ ചോറ് തിന്നിട്ടാ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു പഠിക്കണ കാലത്ത് സ്വന്തം അബ്ബം നയിച്ച് ഉണ്ടാക്കിയ പൈസത്തെ കൊണ്ട് ഉണ്ടാക്കിയ ആഹാരമാണ് മോനുക്ക് ടിഫിനിൽ കൊണ്ടുപോയി ആ മഹാന്റെ അബ്ബം കൊടുത്തോണ്ടിരുന്നേ. അതുകൊണ്ടാണ് ഇമാമുൻ നവവി ലോകം അറിയപ്പെട്ട രണ്ടാം ശാഫിഈ ഇമാമായിട്ട്. ഇമാമുൻ നവവി എഴുതിയ കിതാബ് എത്ര അയാളെ പോലെ സുലഭമായ നിലയ്ക്ക് ഇസ്ലാമിന്റെ ദീൻ പരിചയപ്പെടുത്തിയ ഇനൊരു മഹാനുണ്ടോ? ആ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നല്ല കെട്ട് മുഅ്മിനീങ്ങളെ. ഹലാല് തിന്നിടതും തിന്നുപാട്ടതും വല്ലാത്ത വിഷയമാണ്. ഇണ്ട് ലോകം സോത്തിട്ടുള്ളത് അതിലാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ ബാലക്കാറുമാറും ഞങ്ങളെ മുഅ്മിനീങ്ങും ഇണ്ട് സോത്തോണ്ടുള്ളേ. അവിടെ പേടിക്കുന്ന രംഗങ്ങ വന്നോണ്ടുള്ളേ. അവിടെ ഞങ്ങൾ സറണ്ടറാവനായ അവസ്ഥ വന്നിട്ടുള്ളേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഹലാലുമായി ബന്ധപ്പെട്ട് ജീവിക്കുമ്പോ നല്ല സമൃദ്ധി അല്ലാഹു തആല തണ്ട. അതുക്ക് ഒന്നാമതായി ബേനായ ദൃഢപ്രതിജ്ഞയാണ്. എന്തായാലും ശരി നാണ് ഹലാലെ തിന്നുപാട്ടുവ ചൊല്ല ദൃഢപ്രതിജ്ഞയാണ്. ആ ദൃഢപ്രതിജ്ഞ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ. പിന്നെ അല്ലാഹു തആല അയ്ക്കുള്ള ബായിൽ ഓപ്പനാക്കി തണ്ട, അതുക്കുള്ള മാർഗങ്ങൾ സുലഭമാക്കി തണ്ട. അങ്ങനെ ജീവിക്കുമ്പോഴാണ് മുഅ്മിനീങ്ങളെ ആ മക്കങ്ങ ബടക്ക് തെറുപോനായ സന്ദർഭങ്ങ പറമ്പ പോലും പടച്ചറബ് അതുക്കൊരു ബായിലിട്ട് കൊടുക്കൂടാ. അതുക്കുള്ളൊരു ബന്ധം അല്ലാഹു തആല കൊടുക്കൂടാ. നാണ് ഇബാദത്തിൽ ഉന്മേഷം കിട്ടുകയും നിസ്കാരത്തിൽ ടേസ്റ്റ് കിട്ടുകൊള്ള ഒന്നാമത്തെ മാതരിയാണ് മഹാന്മാർ പരിപാടി തന്നത്. രണ്ടാമത്തെ സൂത്രമാണ് മഹാന്മാർ പരിപാടിയത്. രണ്ട് സംഗതി കാണത്. രണ്ടാമത്തതാണ് തടിയുടെ ആഗ്രഹങ്ങളില്ലേ മുഅ്മിനീങ്ങളെ? തടി പലപ്പോഴും തപ്പാക്കുകയുള്ളൂ. ഏത് മുഅ്മിന്റെയും തടി തപ്പാക്കാത്ത തടിയല്ല. അങ്ങനെ തപ്പാക്കാത്ത തടിങ്ങ ഉള്ളത് മഅസൂമീങ്ങളെ അമ്പിയാക്കന്മാർക്ക് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാര തടിയും തപ്പുക ഇങ്ങനെ പ്രേരണാക്കിട തടിയാണ്. തപ്പുക പ്രേരണാക്കിട സംഗതിങ്ങ പറമ്പോ തപ്പുക ഞങ്ങളെ കണ്ണിടമൊന്നൊരു പറമ്പോ അവിടെ വന്ന് കണ്ണൊന്നു ചിമ്മിടതില്ലേ. ഗീബത്ത് ചൊല്ല ടൈമങ്ങ പറമ്പോ നാവൊന്ന് ഒത്തി പിടിക്കിടതില്ലേ. നമീമത്താക്കുള്ള സന്ദർഭങ്ങ പറമ്പോ നാവൊന്ന് കടിച്ചു പിടിക്കിടതില്ലേ. ഇത് ഈ ലോകത്ത് ഇബാദത്തിൽ ടേസ്റ്റ് കിട്ടുക ഇതിലത്ര വലിയൊരു ഫാർമുല ഇനൊന്നില്ല. അതുകൊണ്ടാണ് മഹാന്മാർ പരിപാടി തന്നെ. നിന്റെ മുന്നിലൊരു അന്യ പെണ്ണിങ്ങനെ പാഞ്ഞു പോയോണ്ടുള്ളാൽ, നിന്റെ മുന്നിലിങ്ങനെ നടന്നു പോയോണ്ടുള്ളാൽ നിക്ക് കാണുള്ള സകല സാഹചര്യവുമുണ്ട്. നിന്റെ മനസ്സ് വല്ലാത്ത താല്പര്യപ്പെട്ടോണ്ടുണ്ട്. അവിടെ ഒരു വേള നിന്റെ കണ്ണ് നീന് മുച്ചിയാണ്ട് കണ്ടെങ്കിൽ ഔജദല്ലാഹു ഫീ ഖൽബിഹി ഹലാവത്തുൽ ഇബാദ. അവന്റെ മനസ്സിൽ അത് കാരണം കൊണ്ട് പടച്ച റബ്ബ് ഇബാദത്തിൽ വല്ലാത്ത ടേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നിസ്കാരത്തെ പിന്നാലെ ചൊല്ല ആയത്തിൽ കുർസിക്ക് വല്ലാത്ത ഭക്തി വരൂ. നിസ്കാരത്തെ പിന്നാലെ ചൊല്ല സുബ്ഹാനല്ലാഹു വല്ലാത്ത ഭക്തി വരൂ. നിസ്കാരത്തെ പിന്നാലെ ചൊല്ല അൽഹംദുലില്ലാഹി വല്ലാത്ത ടേസ്റ്റിങ് കിട്ടൂ. ഇങ്ങനെ ടേസ്റ്റ് കിട്ടിയ നിസ്കാരമില്ലേ മുഅ്മിനീങ്ങളെ? ആ നിസ്കാരം ആ ടേസ്റ്റ് അല്ല. ഞങ്ങളെ അങ്കടിയിൽ കിട്ടിടെ അല്ലെങ്കിൽ ഗ്രില്ല് സ്റ്റോപ്പിൽ കിട്ടിടെ നല്ല ടിക്കയും മയോനീസ് ആ ടേസ്റ്റിനൊന്ന് കേട്ടു നോക്കൂ. നഫ്സുറൊട്ടിಗೆ നഫ്സ് ഞങ്ങളൊട്ടിಗೆ വിളിച്ചു ചൊല്ലു, ഈ ടിക്കം മയോനീസ് അല്ല ടേസ്റ്റ്, നിസ്കാരത്തുകാണ് ടേസ്റ്റ് ഉള്ളേ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടി തന്നെ നക്ക് ടെൻഷനിങ്ങ പറമ്പോ, നക്ക് മനപ്രയാസങ്ങ പറമ്പോ, ദുഃഖങ്ങ പറമ്പോ
ജുഇലത്തിസ് സ്വലാത്തു ഖുർറത ഐനി, നാണ് നേരെ പോണ്ടത് നിസ്കാരത്തെ മുസല്ലകാണ്. അവിടെ എത്തിപ്പെട്ടിട്ട് 2 റക്അത്തൊന്ന് നിസ്കരിച്ചെങ്കിൽ നന്റെ ടെൻഷൻ ടെൻഷനല്ല. ഒരു ടെൻഷനായെങ്കിൽ ഒരു ആദത്ത് തുടങ്ങിട്ട് പാലക്കാർ മാറുക, അങ്ങടിക്ക് പോയിട്ട് ഒരു ബ്രിസ്റ്റാൽ എടുക്കണേ, ടെൻഷനല്ല. ഒരു ബലി വലിച്ചിട്ട് 2 പുക പുറത്ത് വിട്ടെങ്കിൽ ആ പുകയിരട്ടിക്ക് ടെൻഷനും പുറത്ത് കൊണ്ടു. ഇപ്പം എന്തായിട്ട് വന്നെങ്കിൽ ബ്രിസ്റ്റൽ പോയിട്ട് ആ കാല പോയി തന്നെ. ഇപ്പം എന്തായിട്ട് വന്നെങ്കിൽ ടെൻഷൻ വന്നെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിന് നല്ല സന്തോഷമാവനുണ്ട് കണ്ടെങ്കിൽ, നല്ല ലദ്ദത്ത് മാധുര്യം കിട്ടണം കണ്ടെങ്കിൽ ഓണെങ്കിൽ ഇപ്പം ടിക്കമേനസ് എന്തിപ്പല്ല. ഇപ്പോൾ ഒരു പൊടി നശ എടുക്കണേ, ഡ്രഗ്സാ ഗാഞ്ചമോ നശ എടുക്കണേ, എടുത്തിട്ടൊരു ബലി, അല്ലെങ്കിൽ ഡ്രഗ്സ് ഒരു കുത്തല്, അല്ലെങ്കിൽ ഒരു ബലി. അത് ബലിച്ചെങ്കിൽ ഏത് ബേർച്ചിട്ടാണ് ബലിച്ചിറ, അതേ ബിയാറത്തിൽ 2 ഗണ്ട തോലിക്കിടണം, അതേ സുഖമാണ് അവന്. പിന്നെ ദുനിയാവിലേക്കില്ല അവന്. ഞങ്ങൾ സുഖത്തുക്ക് വേനായിട്ടിൻ്റെ തിരഞ്ഞെടുത്ത മാർഗേത് അള്ളാഹും അള്ളാഹുടെ റസൂലും ഹറാമാക്കിയ കള്ളും ഡ്രഗ്സും ഗാഞ്ചങ്ങാണ്. അള്ളാഹുടെ റസൂലിന്റെ മുന്നൊരു സ്വഹാബത്ത് വന്ന് കേട്ടില്ലേ, നബിയെ സീക്ക് വന്നെങ്കിൽ ഞങ്ങളെ റായത്തെ ഡോക്ടർമാർ കള്ള് തെല്ല് ഒരു ഡ്രോപ്പ് ഒരു 2 ml 3 ml കുടിക്കോ ചൊല്ലാറ് തൊന്തരില്ലല്ലേ നബിയെ. ഒരു 3 ml പണ്ടെല്ലാം അങ്ങനെ എന്ത് മറന്നായിട്ട് കൊടുക്കൂടെ. ഇത് കള്ള് കുടിച്ചിട്ടാ പിന്നെ ദുനിയാവിലേക്കില്ലല്ലോ. പിന്നെ അവന് സീക്ക് എന്തിന് ഈ ചൊരിക്ക് പോയെങ്കിൽ സാധാരണ ഡോക്ടർമാർ മാത്രയിൽ തണ്ടാറ്. അത് ചൊരിക്കുള്ള മാത്രമല്ല, അത് ആ മാത്ര കുടിച്ചെങ്കിൽ 24 ഗണ്ടയിൽ 18 ഗണ്ട വറക്കേ. പിന്നെ ചൊരിയോടെ പോകണം, ചൊരിയാവില്ല വറക്കിലിക്കിടല്ലേ. ചൊര മാത്രം നീ കുടിച്ചിട്ടാറ് ഇതിലാരെങ്കിലും ചൊര മാത്രം കുടിച്ചിട്ടൊന്ന് നോക്കൂ. അവന് 24 ഗണ്ടയിൽ 18 ഗണ്ട വറക്കേ. 300 ചൊറിഞ്ഞോണ്ട് ഇപ്പോൾ ചൊരിയില്ല. എന്തേ ചൊരിയൊക്കെ വേണ്ടേ, അവൻ ദുനിയാവിലില്ലല്ലേ. ഇതേപോലെ പണ്ടത്തെ വൈദ്യന്മാർ ചികിത്സ കൊടുത്തോണ്ടിരുന്ന സാധനമാണ് ഒരു 2 ml 3 ml പെഗ്ഗടി എന്താവില്ല സുമറോടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നോലു ഇതിങ്ങനെ മറന്നായിട്ട് വാർത്ത് കുറുക്ക യൂസാക്കാൻ വേണ്ടി കേട്ടങ്ങുള്ളാർ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നുള്ളത് മറന്താവലോട് കൂടെ അത് രോഗം കൂടിയാ. എന്തേ രോഗം? മറന്താവലോട് കൂടെ രോഗം കൂടിയാണ്. ചിലപ്പോ നിന്റെ തടിക്ക് 3 ml ഇട്ടിട്ടാവുമ്പോ ചിലപ്പോ റാഹത്ത് കിട്ടൂ. ആ 3 ml കൊണ്ട് റാഹത്ത് നഷ്ടപ്പെട്ട ഇനൊരു സാധനം നിന്റെ തടിയിലുണ്ട്. ഏതാണത്? നിന്റെ റൂഹാണ്, നിന്റെ ആത്മാവാണ്. അല്ലാഹ് ഹറാമാക്കിയ സാധനം ഉപയോഗിക്കുമ്പോ തടിക്ക് നല്ല റാഹത്ത് ഇങ്ങ് കിട്ടു. പക്ഷേ ഇനൊന്നൊര റാഹത്ത് കുറഞ്ഞു പോയിട്ട് ആ റാഹത്ത് ഏതാണ്? റൂഹുടെ റാഹത്താണ്. റൂഹുടെ റാഹത്ത് ഒരു വേള കുറഞ്ഞു പോയിട്ട് ഉണ്ട് കണ്ടെങ്കിൽ പിന്നെ ഈമാനോട് കൂടെയുള്ള മരണമില്ല. അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞങ്ങളെ തടിക്ക് വേണ്ടത് ചെന്നിട്ട് ഹറാമായ കാര്യങ്ങൾ മുന്നോട്ട് വരുമ്പോ കണ്ണൊന്ന് മുച്ചിടതില്ലേ മുഅ്മിനീങ്ങളെ? ആ കണ്ണ് മുച്ചിടത് ഇബാദത്തിൽ നല്ല ടേസ്റ്റ് കിട്ടുള്ള കാരണമാണ്. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചൊന്നൂരെ, ഒരാൾക്ക് കുറെ ഇബാദത്ത് എടുക്കുന്നത് എളുപ്പാണ്. ഖുർആൻ കുറെ ഓതുറ, നിസ്കാരം കുറെ നിസ്കരിക്കട, സ്വലാത്ത് മജ്ലിസിൽ സജീവമായി വെക്കട, നല്ല ടൊപ്പയും താടിയും വെച്ചിട്ടുള്ള എന്തും കുറവില്ല. പക്ഷേ ആ റായത്തെ ഡ്രഗ് സപ്ലയർ ആരുണ്ട് കേട്ടെങ്കിൽ ഓനെയാണ് ഇയാള്. ഡ്രഗ് സപ്ലയർമാരെ വലിയ ട്രെൻഡ് എന്തെങ്കിൽ അങ്ങ് 5 വക്ത് നിസ്കാരത്തുകൊള്ളാറ് പള്ളിയിൽ ജമാഅത്തായിട്ട്. ഹദ്ദാദ് ഫസ്റ്റ് വെച്ച് ലാസ്റ്റ് തോൽച്ചോളാറ്. അങ്ങ് ടൊപ്പിട്ടിട്ട് ഇക്കടെ, താടിയും നല്ല വെച്ചിട്ട് ഇക്കിടാറ്. മുണ്ടതല്ല തസൗഫ്. സ്വരന്തിരണ്ട് കേട്ടെങ്കിൽ സ്വരന്തില്ല. പിന്നെന്തിന്? ഇത് കള്ളക്കടത്തൽ, നല്ല പൈസ കൂടി കിട്ടും. അതുകൊണ്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചൊന്നത്, ചിലപ്പോൾ ഒരു മനുഷ്യ ഇബാദത്ത് എടുക്കുന്നത് നല്ല സുലഭമാണ്. പക്ഷേ ദോഷങ്ങാക്കട തപ്പാക്കട സാഹചര്യങ്ങൾ പറയുമ്പോ മാറി നിൽക്കണതില്ലേ മോമിനീങ്ങളെ? അതത്ര വലിയൊരു ഇബാദത്ത് ഇനൊന്നില്ല. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഒരാളുള്ളത്, വല്ലാത്ത പ്രയാസാണ്, എല്ലാം പോയിട്ട് ലാസ്റ്റ് ഒരു ഓപ്ഷൻ വെച്ചാറ് ഒരു 8% നിക്ക് വട്ടി തണ്ട വേണ. സുബ്ഹാനല്ലാഹ്, അവിടെ ഒരു പിടിച്ചു നിൽക്കുന്നതുണ്ടല്ലേ മുഅ്മിനീങ്ങളെ?
അതാണ് ഞങ്ങളെ ഈമാന്റെ പവർ മുഅ്മിനീങ്ങളെ. എത്ര സ്വഹാബത്താണ് ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് എത്തിപ്പെട്ടിട്ട് പോലും സ്വന്തം തടിടങ്ങ പണയം വെച്ചില്ല, ഈമാന്റെ പണയം വെച്ചില്ല. സകല മഹാന്മാരെ മുന്നോലും ഇതുപോലെയുള്ള അവസ്ഥ വന്നില്ലേ? ഗൗസുൽ ആദം തങ്ങൾ വല്ലാത്ത ദാഹത്തിൽ പടക്കുമ്പല്ലേ മേൽഭാഗത്തൊരു അമൃത ജലം ഇങ്ങനെ ബണ്ടേ, നല്ല പാത്രത്തിലാണ് ബണ്ടേ. ആരും ചിലപ്പോ പേർച്ചു പോവാറുന്നാണ്, വലിയ ആയതുകൊണ്ടാണ് ബണ്ടേ. പക്ഷേ ഗൗസുൽ ആദം അവിടെ നിന്ന് ആലോചിച്ചു പോയിട്ട് ആ ബണ്ടെ പാത്രമുണ്ടല്ലേ, വെള്ളിയുടെ പാത്രമാണ്. വെള്ളിയുടെ പാത്രം യൂസ് ആക്കുന്നത് ഹറാമാണ്. അതുകൊണ്ട് ഹറാമിലൂടെ ഒരു സംതൃപ്തി നക്ക് വേണ്ട. നമ്മുടെ തീരുമാനമാണ് മുഅ്മിനീങ്ങളെ. പലരും കേൾക്കലുണ്ട്, ഉസ്താദേ ചെറിയൊരു വിഷയമുണ്ട്, തെല്ലൊരു ഹറാം പണ്ട് അതിൽ തൊന്തരയില്ലല്ലേ, കൂടിയെങ്കിൽ തൊന്തര ഉണ്ടാ. എല്ലാം ഹലാല, 3/4 ഭാഗം ഹലാലാണ്, ചെറിയൊരു ഭാഗം മാത്രമേ, ഒരു നിസ്കാരം മാത്രമേ ഖളാ. അവിടെ അതിൽ നല്ല ശമ്പളമുണ്ട് ഉസ്താദേ. ഓ മുഅ്മിനീങ്ങളെ, നല്ലൊരു ശമ്പളമുണ്ട്, എന്നിട്ട് ഒരു നിസ്കാരത്തെ ഖളാക്കുക പോയെങ്കിലാ ദുനിയാവും അല്ലാഹു നഷ്ടപ്പെടുത്തുക, അതൊരൊട്ടിക്ക് ആഖിറം കൂടി നഷ്ടപ്പെടുത്തുക. ഒരാൾക്ക് സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ പാലക്കാരന്മാരെ കൂട്ടത്തിൽ നല്ല പക്ക മുഅ്മിനീങ്ങ ഉള്ളാറ്, നല്ല സുന്നത്ത് ജമാഅത്തിന് മുത്തഖീങ്ങ ഉള്ളാറ്. ഈ അടുത്തായി നന്നിട്ട് ഒരാൾ ചെന്നു, അയാൾ വലിയ കോൺട്രാക്ടറാണ്. അയാൾക്ക് ഗൾഫ് ഭാഗത്ത് നല്ലൊരു കോൺട്രാക്ട് കിട്ടിയിട്ട് CC ക്യാമറ വെക്കുള്ള കോൺട്രാക്റ്റാണ്. നല്ല പൈസ കൂടി കിട്ടത്. എവിടേക്ക് വെക്കുള്ളതാണത്? അള്ള പൊരുത്തപ്പെടാത്ത ശിർക്കിടെ കേന്ദ്രത്തിക്ക് വെക്കുള്ളതാ. അയാൾ കേട്ടിട്ട് അതിന്റെ പ്രൊഡക്ഷന് വേനായിട്ട് വെക്കുന്നതാണത്. അങ്ങനെ നാണ് ജോബാക്കിടത് തൊന്തര ഉണ്ടാ. നല്ലതല്ലാണ്ട് ചെന്നപ്പാ പാലക്കാറ് നല്ല കോട്ടികട്ടല പൈസ കിട്ട ആ നല്ല കോൺട്രാക്ട് സ്വറം വിട്ടുവിട്ടു. അയാള് വേറെ സ്വറത്തേക്ക് പോയിട്ട് നല്ല മുത്തക്കീങ്ങ മൊയിലാരല്ലാണ്ട് ഈ മുള്ളാറ് മുഅ്മിനീങ്ങളെ 4ഉം 10ഉം 5ഉം 4ഉം 1ഉം 1000 സ്വലാത്ത് ചൊല്ലെ നല്ല ബാലക്കാറുമാരിണ്ടും ഞങ്ങളുടെ ജീവിച്ചിട്ടുള്ളാറ്. പടച്ചറബേ, ഇതുപോലെയുള്ള നല്ല ബാലക്കാറുമാരെ സംഖ്യം നീ ആരാക്കി തരണു അല്ലാഹ്. നല്ല സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണു അല്ലാഹ്. അപ്പൊ വിജയിച്ചു പോയാ ചൊല്ലുതര ഒന്നാമത്തെ അടയാളം. ഏത് ഇബാദത്തും നല്ല എളുപ്പമാവുടേതാണ്. ഖുർആൻ ഓതുക അടിപണ്ടില്ല, നിസ്കരിക്കുക അടിപണ്ടില്ല, ദോഷങ്ങൾ ഇല്ലാണ്ടാവുക അടിപണ്ടില്ല, തപ്പുങ്ങാക്കുക സാഹചര്യങ്ങ പറമ്പത്ത് അതേ തപ്പിനിക്കുള്ള മടിപണ്ടില്ല. എല്ലാത്തും അതേ മനസ്സ് റെഡിയാനുണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ മനസ്സ് ഈമാൻ കൊണ്ട് നിറഞ്ഞിത് ആ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തിട്ട്. രണ്ടാമത്തെ അടയാളമാണ് മഹാൻ പരിപാടിത്തണ്ട്. ഏതാണത്? മുവാഫഖത്തു അഫ്ആലിഹി ബിസ്സുന്നഹ്. അവന്റെ പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹിയുടെ സുന്നത്തുമായി ബന്ധിക്കുന്നതാണ്. റസൂലുള്ളാഹിയുടെ സുന്നത്തുമായി ബന്ധിക്കുന്നതാണ്. അവനക്ക് റസൂലുള്ളാഹിയുടെ സുന്നത്തെടുക്കുന്നതിൽ വല്ലാത്ത താല്പര്യമാണ്. ആ താല്പര്യം വരുമ്പോഴല്ലേ മുഅ്മിനീങ്ങളെ ഞങ്ങളെ മനസ്സിന് വെളിച്ചമ്പണ്ടേ, ഞങ്ങളെ കൈക്കാലിന് വെളിച്ചമ്പണ്ടേ. അതല്ലേ മഹാന്മാർ പരിപാടി തന്നെ. മാസാലാബിദി ബിന്നവാഫിലി യഖ്റുബു ഹത്താ കൂന ലഹു യദൻ വഅർജുലാ വസംഅ മിൻഹു ثم عينا باصرا أي مثل ذلك في المطالب هربلا. അള്ളാഹുടെ റസൂലിന്റെ സുന്നത്ത് ഇങ്ങനെ ഒരാളെടുക്കുമ്പോ അവന്റെ കൈയും കാലും കണ്ണും മൂക്കും നാവും പടച്ച റബ്ബു വല്ലാത്ത വിശേഷമായ നൂറതിലിട്ട് കൊടുക്കുക. പിന്നെ അവന് ഊതിയെങ്കിൽ ശിഫാണ്. അവന് കണ്ടതെല്ലാം ഹലാലങ്ങാണ്, കേക്കിടതെല്ലാം ഹലാലങ്ങാണ്, പിടിക്കിടതെല്ലാം ഹലാലങ്ങാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊട്ടിക്ക് പരിപാടി തന്നെ. ഒരാളുകൾ അള്ളാഹുടെ മഹബ്ബത്തുണ്ട് ചൊല്ലുന്നതിന് ഏറ്റവും വലിയ അടയാളം എന്നത് ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്.
അള്ളാഹുടെ ഞങ്ങൾ ഇഷ്ടം വെക്കടാ ചെന്ന് നടന്നെങ്കിൽ മയ്യാവല അങ്ങനെ എന്തെല്ലാം പലക്കങ്ങ ബായിൽ പണ്ട് ബായിക മാത്രം സീമിതമാ അവിടെ പലക്കാവകു തീറ അള്ളാഹുടെ ഇഷ്ടം വെക്കടാ ചൊല്ലതിലെ ഒന്നാമത്തെ അടയാളം എന്തൊരു അള്ളാഹുടെ റസൂലുടെ പിൻപറ്റുന്നതാ അതാണ് നബി തങ്ങൾ ചൊന്നേ മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി നന്റെ സുന്നത്തെ ഇഷ്ടം വെച്ചാൾ നന്റെ ഇഷ്ടം വെച്ചാളാണ് വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന നന്റെ ഇഷ്ടം വെച്ചവന് നന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ് അല്ലാഹുവേ നീ ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തണം അല്ലാഹ് ചെറിയ സുന്നത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ വല്ലാത്ത ബേജാറാക്കിയ മഹാന്മാരെ തല അജല്ലു സിർരി റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് വുളു എടുക്കുന്ന നേരം കണ്ട ബാലക്കാരുമാരെ നമുക്ക് നല്ലാവന് ചൊല്ല വല്ലാത്ത ആർത്തിയില്ലേ ബാലക്കാർത്തിമാരെ ഒന്ന് നല്ല തെരുക്കുന്നു വരണം മനസ്സൊന്നു സരിയാവന് ചൊല്ല ആർത്തിയില്ലേ ആ ആർത്തിക്കുള്ള ഒരേ ഒരു പരിഹാരമാണ് മഹബ്ബത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജല്ലു സിർരി റളിയല്ലാഹു അൻഹു വുളു എടുക്കുമ്പോ എത്ര സുന്നത്താണ് വുളുഉള്ളേ ഒരു 4 ജണ്ട് അതേ ജണ്ട് കൈയുടെ പേരിൽ ഇങ്ങനെ കോർക്കുടെ സുന്നത്തില്ലേ മുങ്കൈ ഇങ്ങനെ കൽകിയിട്ട് ജണ്ട് പേരിൽ ഇങ്ങനെ കോർക്കുക സുന്നത്തുണ്ടു പിന്നെയാണ് മിസ്വാക്കാക്കിടെ പിന്നെയാണ് ബായികും മൂക്കും തന്നിട്ട് പറത്തിട്ടേ ഈ കൈക്കോർക്കുടെ സുന്നത്ത് ബൈ ചാൻസ് മിസ്റ്റേക്ക് ആയി പോയിട്ട് ആ മഹാനുക ഒരു നാൾ ആക്കുക മറന്നു പോയിട്ട് നല്ലത് ആക്കിയോണ്ടിക്കിടാളില്ലേ മുഅ്മിനീങ്ങള് അങ്ങനെ നല്ലത് ആക്കുമ്പോ തപ്പിയാണ്ട് കണ്ടെങ്കിൽ അതിന് സൂചനാക്കുക ആൽമാറ് പണ്ടാറ് അത് രസർത്താക്കുക പടച്ചറബ് വല്ലാത്തൊരു മനസ്സിട്ട് കൊടുക്കൂടാ അജല്ലു സിർരി വല്ലാത്ത മഹാനായത് കൊണ്ട് അയാൾ ഈ സുന്നത്ത് ഉപേക്ഷിച്ചപ്പാ ഒരു വിളി കേട്ടുപോയിത്തോ ഓ അജല്ലു സിർരി നബിതങ്ങളെ മഹബത്ത് വെക്കട ചെന്നു നടക്കട നിങ്ങ ഈ സുന്നത്ത് പുഡ്രമാ ഈ മഹാനഗത് കേട്ടിട്ട് ബോധം കിട്ടുപോയിട്ട് ശിഷ്യനായ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു ചൊല്ലു അജല്ലു സിർരി റഹിമഹുല്ലാഹ് നന്റെ ഉസ്താദിനെ പിന്നാണ് മരിക്കിടത്തോല് കണ്ടത് കറണ്ട് ഷോക്ക് അടിച്ചതുപോലെയാ നാണ് ഒരു നാൾ ഉസ്താദിട്ട് കേട്ട ഉസ്താദേ നല്ല ആക്റ്റീവ് എന്നാറല്ലേ നിങ്ങ എന്തേ ഇപ്പൊരു നല്ലൊരു മന്ദഗതി നിങ്ങൾക്ക് വന്നരേ എന്തേ നിങ്ങൾ ഒരു ഡിആക്റ്റീവ് ആയിടേ ആ മഹാൻ ചെന്ന ഉത്തര മോനെ ഇന്ന് നാണ് കൈക്കോർക്കൂടെ സുന്നത്ത് വിട്ടുപോയില്ലേ ആ വിട്ടുപോയ എനക്കൊരു പേടി വന്നു പോയി നാളെ ആഖിറത്തിൽ എൻ്റെ ഹബീബായ നബിതങ്ങളെ കാണുമ്പോ ഈ സുന്നത്തും വിട്ടിട്ടല്ലേ നാണ് കണ്ടേ അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ് ഒരു നാൾ ഉളു എടുത്തോണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് അയാൾക്ക് ഉളു എടുക്കുമ്പോൾ മുഅക്കദായ സുന്നത്താണ് തേച്ചുകളുടെ സുന്നത്ത് ഈ തേച്ചുകളുടെ സുന്നത്ത് എടുക്കുന്നത് മറന്നുപോയിട്ട് ഓരോ മുഖം കൽകുമ്പോ ഇങ്ങനെ നല്ല ഉറുദു കൽകുണല്ലേ വല്ലാത്ത ഉറുദു പോയി 2 തോല് പോയിരു ആ സാധാരണ നിലക്കുള്ള ഉറുദലുണ്ടല്ലേ അത് സുന്നത്താണ് മുഅക്കദായ സുന്നത്താണ് ആ സുന്നത്ത് ഒരു നാല് യാഫിഈ മാവുക നഷ്ടപ്പെട്ടപ്പാ ഒരു വിളിയാണ് അവിടെ കേൾക്കടെ റസൂലുള്ളാഹിനെ പണ്ട് കിനാവിലാണ് പണ്ട് യാഫിഈ അതേ തേച്ചുകളുടെ സുന്നത്ത് നീന് വിട്ടല്ലേ പെട്ടെന്നൊരു അസർത്തായിട്ട് മഹാൻ പിന്നെ ജീവിതകാലത്തേക്ക് പരിഹാരമായി 400 റക്അത്ത് നിസ്കരിച്ചിട്ട് 500 റക്അത്ത് ഒരു തേച്ചുകളുടെ സുന്നത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഇന്നത്തെ സുബഹി ചൊല്ലിട്ട് സുബഹിയുടെ മുന്നുള്ള റവാത്തിബ് മുഅക്കദായ സുന്നത്ത് അത് വിടറും സുബഹി ഇണ്ട് ജമാഅത്ത് നിസ്കരിച്ച എത്ര ആൾ ഒന്ന് കയ്യെത്തർ നോക്കാം ബിസ്മില്ലാ ഒന്ന് കയ്യെത്തർ നിങ്ങൾ അലർട്ടാവും സദസ്സ് മുലർട്ട് നാ മാത്രം മുന്നേ നിങ്ങൾ മുണ്ടല്ലേ ആ ജമാഅത്ത് ചൊല്ല സുന്നത്ത് അതിന് മുന്നത്തെ റവാത്തിബ് ഇണ്ട് എത്ര ആൾക്ക് മിസ്സായി മുഅക്കദായ ഏറ്റവും സ്ട്രോങ് ആയ സുന്നത്ത് എന്ന് റസൂലുള്ള പഠിപ്പായിട്ട് സുന്നത്ത് വിടും നിസ്കാര കലാക്കയുടെ കാലത്തിലല്ല ഉള്ളേ കലാ വിടും നിസ്കാരമില്ല അൽഹംദുലില്ലാ ഉടതിക്കിടന്ന നല്ല ബാലക്കാർമാർ മാഷാ അല്ലാഹ് സുന്നത്ത് പാലിക്കിടങ്ങാൻ ബാരിക്കിട താടിയുണ്ട് ടൊപ്പിയുണ്ട് നല്ല അച്ചടക്കത്തിൽ വെച്ചിട്ട് അള്ളാഹു ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ നാളെ ബാലക്കാർമാർ നാളെ ആഖിറത്തിൽ അർശിലെ തണൽ കിട്ടുന്ന സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ സുബ്ഹാനല്ലാഹ്
ഇമാമു ഒരു സുന്നത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പിന്നെ ജീവിതകാലം മുഴുവനും അതൊക്കെ പരിഹാരമായി നിസ്കരിച്ച 500 റക്അത്ത് നിസ്കാരമാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹ് മുഅ്മിനീങ്ങളെ, ഈ സുന്നത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ ആദത്താക്കണു. എന്തേ തീരില്ല, വറങ്ങില്ല നങ്ങ എന്തായാലും വറങ്ങടാ, എന്തായാലും ചൊറുപ്പിടാ, എത്ര മുടിയും നങ്ങ വെക്കടാ, താടിയും വെക്കടാ, സഹജമാണ്. ഉറങ്ങുമൊന്ന് വലത്തെ ഭാഗത്ത് ചെരിഞ്ഞു കിടക്കൂർ, എന്താവ് കൊണ്ടതിൽ എന്തും ആവുകില്ലല്ലേ, റസൂലുള്ളാഹിയുടെ സുന്നത്തല്ലേ, തടിയുടെ ആരോഗ്യത്തെ ഭാഗവും കൂടിയല്ലേ. ചെറുപ്പിടുമ്പോ എന്തേ ഒരു വലത്തെ കാല് ശ്രദ്ധിച്ചിട്ട് കുതീറ, മാത്തുമ്പോ എന്താ ഇടത്ത കാല് ഫസ്റ്റ് നിങ്ങൾ തുടങ്ങു കുതീറ, ഡ്രസ് ഇടുമ്പോ എന്തേ അൽഹംദുലില്ലാഹില്ലദീ കസാനി, നക്ക് ഡ്രസ് തന്നെ റബ്ബുക്ക് സർവസ്തുതി ചെന്നിട്ടുള്ള ദിക്റ് ചൊല്ല കുതീറ. എന്തൊരു മഹത്വമാണ് അതിൽ മുഅ്മിനീങ്ങളെ. ഒരാൾ ഡ്രസ് ഇടുമ്പോ ഈ ദിക്റ് ചെന്ന് ഡ്രസ് ഇട്ടാണ്ട് കണ്ടെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ, അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്നിട്ടല്ലേ റസൂലുള്ള പടിപാട്ടി തന്നേ. ഒരു മുടിവാറുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു 4 പൊട്ട് ഒരു 4 എണ്ണയുടെ സുന്നത്തില്ലേ, മുടിവാറകും സുന്നത്തില്ലേ, താടി സെട്ടാകുക സുന്നത്തില്ലേ, മീശ ഒന്ന് സെട്ടാകുക സുന്നത്തില്ലേ. ജീവിതത്തിൽ എന്തായാലും ആക്കിടല്ലേ മുഅ്മിനീങ്ങളെ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഫുൾ ഇബാദത്താണ്. നമുക്ക് നീയത്ത് വേനുണ്ട് മാത്ര. കുടിക്കിടത് എങ്ങനെ എന്തായാലും തന്നെ കുടിക്കട. 3 കുട്ടിക്കായി കൊടുക്കുക നോക്കൂ, ഒരേ നൃത്തത്തിൽ കുടിക്കണ്ട, നിണ്ട് കുടിക്കണ്ട, ദച്ച് കുടിക്കുക നോക്കൂ. സുബ്ഹാനല്ലാഹ്. തിന്നുമ്പമാ റസൂലുള്ള പലപ്പോഴും 3 പേരിലാണ് യൂസാക്കിടെ. ആവശ്യം ഇന്നെങ്കിലാണ് 4 പേരിൽ യൂസാക്കലുള്ളേ. എന്തേ റസൂലുള്ളാടെ പേർച്ചിട്ടൊന്ന് തിന്നുമ്പെങ്കിലും അത് കരുതികൂടെ. തിന്നിടം ഒന്നൊരു 2 കൈയും കൽകിയോണ്ട് ഇന്ന് നേതാവാണ്, തിണ്ടിൽ പിന്നെയും 2 കൈ കൽകിയോണ്ട് ഇന്ന് നേതാവാണ്. എന്തരയാണ് അതിലെ ഓഫർ? നബി തങ്ങൾ പരിപാടി തന്ന് അൽ വുളൂ ഖബല തുആം വബഅദ തുആമി ബറകാ. മുഅ്മിനീങ്ങളെ, നല്ലൊരു ഇസ്സത്തുള്ള കാലത്താണ് നിങ്ങൾ ജീവിച്ചുകൊണ്ടുള്ളേ. ഏത് ആഹാരങ്ങൾ കിട്ടുന്ന കാലമാണിത്, ഏത് സുഖം അതേ നാളെ കാൽടടിക്ക് വന്ന് കിട്ടുന്ന കാലമാണിത്. ഈ ബറക്കത്തും ഈ സമൃദ്ധിയും യാറാവണ്ടേ, ഇത് നിലനിൽക്കണ്ടേ മുഅ്മിനീങ്ങളെ. നബി തങ്ങൾ പരിപാടി തന്ന് നിങ്ങളെ ആഹാരത്തെ ബറക്കത്ത് നിലനിൽക്കണ സിമ്പലായ 2 കാര്യമാക്കിയെങ്കിൽ മൈ വന്നേതാണ്. ആ ആഹാരത്തെ മുന്നലും പിന്നെയും അതേ 2 കൈയും കൽകിടതാണ്. ഒരു കൈയല്ല 2 കൈയും കൽകിടതാണ്. പിന്നെ മാ തിണ്ടിൽ പിന്നെ അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ, നക്ക് ചോറ് തന്ന റബ്ബുക്ക് സർവസ്തുതി. വസഖാന, നക്ക് തന്നെ തന്ന റബ്ബുക്ക് സർവസ്തുതി. വജഅലനാ മുസ്ലിമീൻ, നന്റെ മുസ്ലിമാക്കിയ റബ്ബുക്ക് സർവസ്തുതി. തൊള്ളാർത്ഥം പണ്ട് ദുആ നടത്തിയാണ്ട് കണ്ടെങ്കിൽ ആ നിഅമത്തുക്ക് ചോദ്യമില്ല. ആ നിഅമത്ത് പിന്നെയും പിന്നെയും അല്ലാഹു വർദ്ധിപ്പിച്ചു തണ്ടാ. ഇങ്ങനെ എത്ര സുന്നത്ത് കാണും മുഅ്മിനീങ്ങളെ. പ്രതിയൊന്നിലും സുന്നത്തുകയില്ലേ. എല്ലാ സുബഹി നിസ്കാരത്തിൽ പിന്നെ കുറെ ദിക്റുകൾ ചൊല്ലുക സാധിച്ചില്ലെങ്കിലും ഒരു അഊദു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് ചൊല്ലുക സുന്നത്തില്ലേ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം ചൊല്ലുക സുന്നത്തില്ലേ. ഈ ദിക്റുകൾ ചൊന്ന മുഅ്മിനുണ്ടാ സുബഹിക്ക് സ്വർഗ്ഗ ഭർത്തായി പോയിട്ട് അശറാവുമ്പോ കാഫിറായി തിരിച്ചു പണ്ടേ ഒരിക്കലുമില്ല. ഓനുക അല്ലാഹുടെ കാവലിക്കിട്. എന്തായാലും നിങ്ങൾ ഉറങ്ങിടല്ലേ മുഅ്മിനീങ്ങളെ. ഒരു ചെറിയ ആയത്തുൽ കുർസി ഓതുക മടിയുണ്ടാ. അതിക്ക് എത്ര ടൈമാണ് ബേനായേ? ഒരു 3 ഇഖ്ലാസും 3 മുഅവ്വിദതൈനി ഓതുക എത്ര ടൈമാണ് ബേനായേ? സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹുനൈൻ യുദ്ധത്തിൽ കിട്ടിയ വല്ലാത്ത സമ്പത്തുമായി തിരിച്ചു വരുമ്പോ അവിടെ ഒരു ഉമ്മ വന്നിട്ടതേ ഹവാസിൻ ഗോത്രത്തെ ഉമ്മയാണ്. റസൂലുള്ളാഹിയുടെ ബാല്യകാലത്തിൽ ബൽത്യ ഉമ്മയാണ്. ആ ഉമ്മ വന്നിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിൽ വല്ലാത്ത പാടിയപ്പാ, ആ പണ്ട് കാലത്തെ ഓർമ്മയാക്കിയപ്പാ നബി തങ്ങൾ ആ ഉമ്മക്ക് വലിയ സദഖ കൊടുത്തില്ലേ. മഹാനായ ദഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, അണ്ട് നബി തങ്ങൾ
നിങ്ങളെ ഉമ്മ കൊടുത്ത സദക്ക എത്ര കൊണ്ടുണ്ടാ? 50 ലക്ഷം മൂല്യത്തെ സ്വത്താണ്. അതേ ടൈമിൽ ഇത്ര സ്വത്തും കിട്ടിയിട്ട് നബിതങ്ങൾ തിരിച്ചു വരുമ്പോ നബിതങ്ങളൊട്ടിക്ക് ഓടി പണ്ട് ഇനൊരു പെണ്ണിങ്ങ ഉണ്ട്. ആരാണത്? സയ്യിദത്തു നിസായിൽ ജന്നാ ഖിത്അതു കബിദി, സ്വർഗ പെണ്ണിങ്ങളെ നേതാവും നന്റെ കരളുടെ കഷ്ണം ചെന്ന് പാടി പുകയത്തിയേ മുത്തായ അതേ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ. എന്തൊരു ബഹുമാനമാണ് ആ പെണ്ണ് മോളിലൊട്ടിങ്ങനെ വിതങ്ങുകിന്നേ. വന്നപ്പ എഞ്ചിനുണ്ടോണ്ടില്ലന്ത, വന്നെങ്കിൽ നെത്തിയൊരു ചുംബനം കൊടുത്തോണ്ടില്ലന്ത, കൈക്കൊരു മുത്തു കൊടുത്തോണ്ടില്ലന്ത, സ്വന്തം തന്റെ ബെഡിൽ ആ മോളിൽ തെപ്പാട്ടിയോണ്ടില്ലന്ത. പെണ്ണ് മോളിലൊട്ടിക വല്ലാത്ത മഹത്വം കാട്ടിയ നബിതങ്ങള് ഈ പെണ്ണുമോള് വന്നിട്ട് ഹുനൈനിൽ കുറെ സ്വത്ത് കിട്ടിയിട്ട് ചൊല്ലിട്ട് വിഷയം കിട്ടിയപ്പാ അപ്പാ നന്റെ കൈ രണ്ടും തട്ടായിട് അപ്പാ, നന്റെ തടിക്ക് വല്ലാത്ത നമ്പലം കൊണ്ടു അപ്പാ, നക്കതേ സ്വറാക്ക് കുത്തിയതില്ല അപ്പാ. യുദ്ധത്തിൽ കിട്ടിയ കുറെ അടിമ കുഞ്ഞിങ്ങയില്ലേ, അതിൽ ഏതെങ്കിലും ഒരു അടിമ എടുത്തരു അപ്പാ. സ്വന്തം ബാപ്പയുടെ അതേ റിക്വസ്റ്റ് ആക്കിയപ്പാ ആ ഖിത്അതു കബിദി നന്റെ കരളുടെ കഷ്ടം ചെന്ന് ബോധ്യപ്പെടുത്തിയേ ആ മോളുടെയും മുട്ടം വിളിച്ചിട്ട് റസൂലുള്ള ചെന്ന് പലക്കമല്ലേ മോളെ ഫാത്തിമ കിടക്കും 1:33 സുബ്ഹാനല്ലാഹ് ചൊല്ലൂ. മാഷാ അല്ലാഹ്. റസൂലുള്ളാഹിയുടെ ജൂദ് ചൊല്ലുമ്പോഴാണ് പെണ്ണുങ്ങളുടെ ഭാഗത്ത് ബക്കറ്റ് പണ്ട് 50 ലക്ഷത്തെ സ്വത്താണ് റസൂലുള്ളാഹ് ഒരു പെണ്ണിങ്ങ വന്നപ്പോൾ കൊടുത്തു ചെന്നിട്ട് ചൊല്ലുമ്പോഴാണ് നിങ്ങളുടെ ഭാഗത്ത് ബക്കറ്റ് പണ്ട്. പെണ്ണുങ്ങളുടെ ഉമ്മമാരെ നല്ല സഹകരണമാക്കണു. റസൂലുള്ളാഹിയുടെ പേരിലുള്ള മജ്ലിസാണ്, ഒന്നും ഹായിബാവുകില്ല. അള്ളാഹു നല്ല ബർക്കത്താകട്ടെ. 100 റുപ്യ കൊടുത്തങ്ങ 1000 500 കൊടുത്തങ്ങ 10 ഇരട്ടി അള്ളാഹു താല തരട്ടെ. കൊടുത്തതിന് 10 ഇരട്ടി അള്ളാഹു താല തരട്ടെ. 100 ഇരട്ടി അള്ളാഹു താല തരട്ടെ. പടച്ച റബ്ബേ ഞങ്ങളുടെ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനെ. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ വന്ന് കേട്ടപ്പാ മോളുടെ മുട്ടം വിളിച്ചിട്ട് ചെന്ന പലക്കമാണ് മോളെ. ഉറങ്ങുമ്പോൾ 33 സുബ്ഹാനല്ലാഹ് ചൊല്ലൂ, 33 അൽഹംദുലില്ലാഹി ചൊല്ലൂ, 33 അല്ലാഹു അക്ബർ ചൊല്ലൂ. സ്വന്തം മോളുക്ക് ബീഫാം പടിപാട്ടിയ ബാപ്പല്ല, സ്വന്തം മോളുക്ക് ദുനിയാവ് കാട്ടിക്കൊടുത്ത ബാപ്പല്ല, സ്വന്തം മോളുക്ക് തീന് മുട്ടിട്ട് ബീക്കാൻ പടിപാട്ടിയ ബാപ്പല്ല, സ്വന്തം മോളുക്ക് MBBS പടിപാട്ടിയ ബാപ്പല്ല. ഇതിനർത്ഥം പടിപ്പാട്ടണ്ടല്ല. ഇസ്ലാമിക് കൾച്ചറുള്ള നല്ല നല്ല ക്യാമ്പസ് ഉണ്ട് സേറുപാട്ടർ മുഅ്മിനീങ്ങളെ. അല്ലാത്ത ക്യാമ്പസുകം പോയിട്ട് ദുനിയാവിടെ ചില ഗ്രേഡും സ്ഥാനവും ക്വാളിഫിക്കേഷനുകൾ വേനായി മക്കളെ ആഖിറം കളയണ്ട. അങ്ങ മാത്രമല്ല നരകത്തുക നാളെ പോണ്ടേ. പോമ്പ് നിന്റെയും കൈകാട്ടുകാരെ നക്കൊരു ഫാത്തിഹ പോലും പടിപാട്ടാത്ത ബാപ്പാണിത്. നണ്ടൊരു 5ാം ക്ലാസ് മദ്രസത്തുക പോലും കടുത്താത്ത ബാപ്പാണിത്. അന്യ ആൺമക്കളിടക്കുമിട്ട ബാപ്പാണിത്. ജുമാഅത്തും ജമാഅത്തും പെണ്ണ് പോകുതീറ അന്യ ആണുണ്ട് ചെന്നിട്ട് നിഷേധാക്കിയപ്പോ അതേ അന്യാണുള്ള ക്യാമ്പസ് കടത്തിയ ബാപ്പാണിത്. ചെന്നിട്ട് ഞങ്ങളതൊരു കംപ്ലൈന്റ് നിക്കട 4 പറയുണ്ട് മുഅ്മിനീങ്ങളെ. അണ്ട് പലരും കൈകടിച്ചു പോവാർ, അപ്പുമ്മ കൈകടിച്ചു പോവാർ. ക്വാളിഫിക്കേഷന്റെ പേരും ചെന്നിട്ടു, എഡ്യൂക്കേഷന്റെ പേരും ചെന്നിട്ടു, മുഖം തുറന്ന് നടന്നിട്ട് മുടിയും കാട്ടി നടന്നിട്ട് ശരീരത്തെ ഔറത്തും കാട്ടി നടന്നിട്ട് ഓ മോളെ നാളെ ആഖിറത്ത് ഏത് സ്വർഗത്തെ വായിലുകാണ് നിങ്ങൾ പോകുള്ളേ, ഏത് ഹബീബിയുടെ മുട്ടാണ് പോകുള്ളേ. ഫാത്തിമത്തു സഹറ ജീവിതകാലത്ത് വസിയത്താക്കിയതാണ് നാണ് മരിച്ചാണ്ട് കണ്ടെങ്കിൽ നന്റെ കഫനാക്കനായത് ചാവുകാണ്, നന്റെ മരമാടനായത് ചാവുകാണ്. കാരണം നന്റെ പുറത്തുകൊണ്ട് പോകുമ്പോ പലരും നന്റെ തടിയുടെ ഗാത്രങ്ങൾ കാണുകയുള്ള സാധ്യതയുണ്ട്, നന്റെ തടിയുടെ ആകാരങ്ങൾ കാണുകയുള്ള സാധ്യതയുണ്ട്. ആ മോളുകാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരടിമട പോലും കൊടുക്കാണ്ട് ആഖിറത്തുള്ള സമ്പാദനം കാട്ടിക്കൊടുത്തു. മുഅ്മിനീങ്ങളെ ലോകത്തിൽ പണ്ട് ഖിയാമത്ത് തോല് പണ്ട് സകല അപ്പുമ്മമാരുള്ള പാഠമാണ് ഒരു അബ്ബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാട്ടിത്തന്നുകൊണ്ടുള്ളേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ വല്ലാത്ത മര്യാദ ഓരോ വിഷയത്തിലും പാലിക്കുക.
വേണ്ടിയുള്ള പ്രയത്നം നടത്തൂ. അത്വാബ് നബി റബീ റളിയല്ലാഹു അൻഹു എന്തൊരു മഹാനാണ്, എത്ര വലിയ മഹാനാണ്. റസൂലുള്ളാഹിയുടെ ഹദീസ് കേൾക്കുമ്പോ ചിലപ്പോൾ 1000 പാഠം കേട്ടിട്ടേക്കൂ, പക്ഷേ 1001ാമത്തെ പാഠം ആരെങ്കിലും ചൊല്ലാറുണ്ട് കണ്ടെങ്കിൽ റസൂലുള്ളാഹി ചൊന്ന ഹദീസല്ലേ, അതിനെ കേൾക്കാത്തതുപോലെയായി അവന്റെ മുന്നിൽ വെച്ച് കേട്ടുകൊടുക്കൂ. അതേ ഞങ്ങൾ അതബാണ് മുഅ്മിനീങ്ങളെ. ഇന്ത്യ എവിടെയാണ് അതബുള്ളേ? ഖുർആൻ കാലുനീട്ടി ഓതുന്ന കാലമല്ലേ, അപ്പുമ്മയുടെ പേര് വിളിച്ച് ചൊല്ലുന്ന കാലമല്ലേ, അപ്പുമ്മ എതിർലിക്കലോട് കൂടെ കാലിന്റെ മേലും കാല് വെച്ച് നിൽക്കുന്ന കാലമല്ലേ, അപ്പമ്മയുടെ മോലും ഒന്നൊരു ശബ്ദം ഉയർത്തി നടക്കുന്ന കാലമല്ലേ. ഇമാം അതേ സുബ്ഹാനല്ലാഹ് സ്വപ്ന വ്യാഖ്യാനത്തിൽ അറിയപ്പെട്ട പണ്ഡിതനല്ലേ അല്ലാമ ഇബ്നു സീരീൻ റഹ്മഹുല്ലാഹ്. സ്വന്തം ഉമ്മയുടെ മുട്ടിങ്ങനെ മുണ്ടുമ്പോ വല്ലാത്ത തല താത്തിയിട്ട് ഉമ്മയുടെ മുന്നൊരിങ്ങനെ കാത് കൊടുത്തിട്ട് ഇങ്ങനെ ഉമ്മ മുണ്ടത് ഇങ്ങനെ കേട്ടു നിൽക്കൂ. ഉമ്മ ചിലപ്പോ പലതും ചൊല്ലത് അർത്ഥാവരില്ല, പക്ഷേ ഇബ്നു സീരീൻ റഹ്മഹുല്ലാഹ് എല്ലാം അർത്ഥായതുപോലെ ഇങ്ങനെ തലാട്ടു. എന്നിട്ട് ഉമ്മ ഉടനെ പോയാൽ പിന്നെ അതേ പെങ്ങൾ വന്ന് കേൾക്കുവാൽ, ഓ ഇബ്നു സീരീൻ, ഉമ്മയുടെ പലക്കൊന്നും അർത്ഥാവാണ്ട് നീനെങ്ങനെ എല്ലാത്തും കൂട്ടിയ. അപ്പോഴാണ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് ചൊല്ലേ, ഉമ്മയുടെ പലക്കം എന്നൊക്കെ അർത്ഥായിട്ടില്ല ശരി, ഒരു വേള അർത്ഥാവാത്തതിന്റെ പേരിലാണ് മുണ്ടിയാണ്ട് കണ്ടെങ്കിൽ ഉമ്മയുടെ സദസ്സിൽ കണ്ട പലക്കം ചോറായി പോവ ചൊല്ലെ പേടിയാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ബാപ്പുമ്മയുടെ എതിർക്കിട കാലമാണ്, മൂത്തങ്ങമാരെ എതിർക്കിട കാലമാണ്, അതപക നഷ്ടപ്പെട്ടു പോയ കാലമാണ്. ഇവിടെയെല്ലാം നോവ് പിടിക്കുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം അപ്പുമ്മ ചെറിയ കാലത്ത് മരണപ്പെട്ടു പോയിട്ടിരുന്നെങ്കിലും ആ ചെറിയ കാലത്ത് നന്റെ ബൽത്തിയ അപ്പുമ്മയില്ലേ, ചെറിയ കാലത്ത് നന്റെ പാലനാക്കിയ പെങ്ങളില്ലേ, ആ പെങ്ങളതേ ബന്ധിട്ട് കണ്ടെങ്കിൽ അങ്ങ് നല്ല പായി വിരിച്ചു കൊടുക്കൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നല്ല ആദരിക്കൂ, അങ്ങ് വേനായ ഹദിയങ്ങ് കൊടുക്കൂ മുഅ്മിനീങ്ങളെ. മൂന്നാമത്തെ അടയാളം നാച്ചൊന്നു നിപ്പാട്ട ടൈമില്ല, ടൈമായോണ്ട് 1 മിനിറ്റാണുള്ളേ. മുഅ്മിനീങ്ങളെ, ഞങ്ങൾ വിജയിച്ചു പോയ ചൊല്ലുകിற മൂന്നാമത്തെ അടയാളമാണ് ഖുലുഖുൻ ഹസൻ, നല്ല സ്വഭാവം. നല്ല സ്വഭാവത്തെ ഭാഗമാണ് മുഅ്മിനീങ്ങളെ അർസം പരാണ്ടിക്കിടത്, ഏത് കാര്യത്തിനും അർസം പരാണ്ടിക്കിടത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹാനല്ലാഹ് വല്ലാത്ത വിനയത്തെ ആളല്ലേ, കിബറുള്ള ആളുകളെ വല്ലാത്ത അർസങ്ങ പണ്ടേ, അഹങ്കാരമുള്ള ആളുകളെ ചൊന്നത് കേൾക്കാണ്ടിക്കിടേ, അഹങ്കാരമുള്ള ആളല്ലേ ചൊന്നെങ്കിൽ തിരിച്ച് രണ്ടാമത്തെ ചൊല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹാനല്ലാഹ് ഔതുലിക്കര നേരം ആയിഷ റളിയല്ലാഹു അൻഹാ എന്തോ ഒരു അർസത്തിലുണ്ട്. അപ്പോഴാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ നല്ല റൊട്ടിയും കറിയുമാക്കിയിട്ട് നബി തങ്ങൾ ഔത്തു കടത്തി കൊടുക്കൂടെ. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹാ ആ വന്ന നാഷ്ടത്തെ പ്ലേറ്റ് വരടിയും കൊടുത്തിട്ട് അതിലെ പൊട്ടുപാട്ടരെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അദാനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ പറക്കിട രംഗം ഹദീസിൽ കണ്ട്. എത്ര വലിയ നേതാവാണത്, ഏഴാകാശം പോയ നേതാവല്ലേ, സിദ്റത്തുൽ മുൻതഹ കണ്ട നേതാവല്ലേ, അല്ലാഹുവിനെ നേരിട്ട് മുന്നിയ നേതാവല്ലേ. ആ നേതാവാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുടെ മുന്നൊരു ചൊല്ലേ, അനസേ ഗാറത്തുൽ മുക്കി, നിന്റെ ഉമ്മ ആയിഷ വർഷം വന്നു പോയിട്. ആ പൊട്ടിയ പ്ലേറ്റും ഇങ്ങനെ പറക്കി പറക്കി എടുത്തിട്ട് ഒരു ചീല ഇട്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തു ചൊല്ലു, ആയിഷ ഈ പൊട്ടിയ പ്ലേറ്റ് നിക്കാണ്, നിന്റെ ഉത്തര ശരിയുള്ള പ്ലേറ്റ് ഉമ്മു സലമകാണ്. എന്നിട്ട് ആയിഷയുടെ മൂക്കും പിടിച്ചിട്ടാണ് സമാധാനപ്പെടുത്തരേ. റസൂലുള്ളാഹിയുടെ തവാദുആണ് മുഅ്മിനീങ്ങളെ, നബി തങ്ങളുടെ സ്വഭാവമാണ് മുഅ്മിനീങ്ങളെ. ആ റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ നല്ല സ്വഭാവം എന്തരേ, എത്ര ചെറിയ ആളും എത്ര വലിയ ആളും വന്നെങ്കിലും എല്ലാവർക്കും റഹ്മത്താണ്, കാരുണ്യമാണ്. എത്ര വലിയ അടിമ വന്നെങ്കിലും ചെറിയ അടിമ വന്നെങ്കിലും
എല്ലാരൊട്ടിക വല്ലാത്ത കാരുണ്യം കാട്ടുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഭൂമിയുടെ മേൽ നടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ആ ഭൂമിക്ക് ഭാരാവാത്ത പോലത്തെ നടത്തമാണ് നബി തങ്ങളെ നടത്താം. നടന്നെങ്കിൽ ആ തിരിഞ്ഞു നോക്കലില്ല. സദസ്സുക വന്നെങ്കിൽ ആ സ്വഹാബത്തിട്ട ഫസ്റ്റ് വാർണിംഗ് കൊടുക്കൂ. ഓ സ്വഹാബത്തെ, ഏതൊരാളെ ബഗ്ഗയും നണ്ടിട്ടിങ്ങനെ എന്തും ചൊല്ലുകു തീറ. കാരണം ആരതെങ്കിലും എന്തെങ്കിലും കുറത്തങ്ങ ചൊന്നാറുണ്ട് കണ്ടെങ്കിൽ അത് കാരണം അങ്ങളെ ബഗ്ഗ വേണ്ടാത്ത ഭാവനം നന്റെ മനസ്സിൽ വന്നുകൊണ്ടു. അതുകൊണ്ട് ഒരു വിഷയവും ആരെ ബഗ്ഗയും എടുക്കുക തീറ. ആ നബിതങ്ങളെ മുമ്പല് പൊട്ടിയപ്പ, ആ നബിതങ്ങളെ പാദത്ത് കല്ലെറിഞ്ഞ് ചോരപറുപാട്ടിയപ്പ, അവിടെയെല്ലാം നബിതങ്ങൾ ചൊന്ന പലക്കം അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, നന്റെ ഖൗമുകു നീ പുറത്തു കൊടുക്കുന്നു അല്ലാഹ്. മുഅ്മിനീങ്ങളെ, ഞങ്ങളെ റായത്തിൽ പല ഗഞ്ചത്തങ്ങയ്ക്കുവാർ, പല ഡ്രഗ്സ് കമിക്കുവാർ, പല തെരുതപ്പിയ പെണ്ണുമക്കയ്ക്കുവാർ, ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ പെട്ടുപോയ മാലക്കാർ മാറിക്കുവാർ. എല്ലാരട്ടുകയും ഒരു സഹതാപം ഞങ്ങൾക്ക് വേണു. അറ്റ്ലീസ്റ്റ് അങ്ങക്ക് വേനായി തഹജ്ജുദ് ടൈമിലും രണ്ട് കൈയും ഒയ്ത്തിട്ട് ദുആർക്കിടാൽമാരാവണു. കാരണം നന്റെ റായത്തൗനാണ്, നന്റെ പെങ്ങളാണ്, നന്റെ മൂത്തോനാണ്, എലൗനാണ്. ഇതുപോലെ അവന് ജീവിച്ച് മരിച്ചു പോയാണ്ട് കണ്ടെങ്കിൽ അവനക്ക് നരകം വാജിബാ. ഞങ്ങളെ ഈ ചെറിയ ദുനിയാവിലെ മുഅ്മിനീങ്ങളെ, ഒരാളെ മേലെത്തി ഇങ്ങനെ പൂണ്ടത് ഞങ്ങൾ നോക്കി നിൽക്കണമാ, രക്ഷപ്പെടുത്തില്ലേ എങ്കിൽ കാലകാലമുള്ള നരകത്തെ തൊട്ട് ഞങ്ങളുടെ റായത്തെ പാലക്കാരുമാരെ രക്ഷപ്പെടുത്തുകൂ. ഞങ്ങളുടെ മനസ്സും കാട്ടുന്നു. പള്ളിയുടെ ബായിൽ വെച്ച് ഞങ്ങളെ കമണ്ടടിക്കുക തീറ. അങ്ങന്റെ ബായിലും വെച്ച് കമണ്ടടിക്കണ്ട. ലോകം കണ്ട വലിയ വലിയ കുടിയന്മാർ ഇനൊരു കാലം വന്നപ്പോ വലിയ ഔലിയാക്കന്മാരായി തീനാർ. ലോകം കണ്ട വലിയ വലിയ പെണ്ണ് പിടിയന്മാർ ഇനൊരു കാലം വന്നപ്പോ വിലായത്ത് എത്തിപ്പോയാർ. ഉമർ ഇബ്നുൽ ഖത്താബ് സാക്ഷിയാണ്, ഫുളൈൽ ഇബ്നു ഇയാദ് സാക്ഷിയാണ്, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു സാക്ഷിയാണ്. ഓ മുഅ്മിനീങ്ങളെ, ആരെയും ചെറുതായി കാണുകുള്ള ലോകമല്ല, ആരെയും താത്തുകുള്ള ലോകമല്ല, ആരെയും ഗീബത്ത് ചൊല്ലുകുള്ള ലോകമല്ല, എല്ലാരെയും നല്ലത് പേരിക്കുള്ള ലോകമാണ്. അല്ലാഹു നീ തൗഫീഖ് തരണു അല്ലാഹ്. ഒരു ചെറിയ സംഭവം ചെന്നിട്ട് നന്റെ പലക്കം നിപ്പാട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വല്ലാത്ത ആക്ഷേപമായി വന്ന ആളാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. കണ്ട ഗള്ളിയിൽ നബി തങ്ങളെ വിരുദ്ധം ഭാഷണാക്കിയ ആളാണ്. കണ്ട ഗള്ളിയിൽ നബി തങ്ങളെ വിരുദ്ധം പാട്ടുണ്ടാക്കിയ ആളാണ്. നബി തങ്ങളെ പിരാന്തം ചെന്ന് വിളിച്ച് നടന്ന ആളാണ്. നബി തങ്ങളെ പല നിലക്കും ആക്രമിച്ച ആളാണ്. ആ സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ വേണമെങ്കിൽ നബി തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് ഇട്ട ചെന്നിട്ടൊന്ന് തലപാറ് പാട്ടിരന്ത്, അലി ഇബ്നു അബീ താലിബ് ഇട്ട ചെന്നിട്ട് കൈക്കാൽ ഉടച്ചിട്ട് പാട്ടിരന്ത്. ആ പണിക്ക് നേതാവായ നബി തങ്ങൾ നിന്നില്ല. ബദലായി സഫ്വാൻ ഇബ്നു ഉമയ്യ നബി തങ്ങളാക്കിയ സാന്ത്വനം എന്തിനേണ്ട കേട്ടെങ്കിൽ 100 വണ്ട ആദ്യമായി കൊടുത്തതാ. ആക്ഷേപിക്കട നണ്ട എപ്പോഴും പറഞ്ഞുകൊണ്ടിക്കട ആക്രമിക്കട ശത്രുവായ സഫ്വാൻ ഇബ്നു ഉമയ്യ. ആ മനുഷ്യ ആദ്യം നബി തങ്ങൾ 100 വണ്ടയാണ് കൊടുത്തേ. പിന്നെ പിന്നർക്ക് 100 വണ്ട കൊടുത്തില്ലേ, പിന്നർക്കും 100 വണ്ട കൊടുത്തില്ലേ. റസൂലുള്ളാഹിയുടെ കൈ കൊണ്ട് 300 വണ്ട ദാനമായി കിട്ടിയ ആളാണ് കടുകടുത്ത ശത്രുവായ സഫ്വാൻ ഇബ്നു ഉമയ്യ. അതാണ് അലം നശ്റഹ് ലക സദ്റക്. റസൂലുള്ളാഹിയുടെ മനസ്സ് വല്ലാത്ത മനസ്സാണ്, വല്ലാത്ത വിശാലമാണ്. അങ്ങനെയാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. പിന്നെ ചൊല്ലേ, ഈ ലോകത്ത് ഏറ്റവും വലിയ കടുകടുത്ത ശത്രുവായ മുഹമ്മദ് ഇണ്ട് നക്ക് അഹബ്ബുന്നാസി ഇലയ്യ, ഇണ്ട് നക്ക് വല്ലാത്ത ഇഷ്ടമുള്ള ആളാണ്. ഇതുപോലെ ഞങ്ങളെ റായത്താൽമാരെയും ആക്കി തീർക്കുള്ളേ പ്രയത്നങ്ങൾ സ്വർഗം ഞങ്ങൾ നടത്തുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ റായത്തിൽ മദ്രസത്തല്ലേ ആചാരെ
അൽഹംദുലില്ലാ നല്ലൊരു മഹല്ലാണ്. വന്നപ്പോൾ വല്ലാത്ത സന്തോഷമായിട്ട്. അള്ളാഹു ഇതിൽ ഈ മഹല്ലുടെ ഐക്യത്തെ അള്ളാഹു നിലനി പാടിത്തരട്ടെ. നല്ല സന്തോഷങ്ങൾ അള്ളാഹു ഈ മഹല്ലിൽ അള്ളാഹു താല ഉണ്ടാക്കി തരട്ടെ. ഞങ്ങളെ ഷെയ്ഖ് ബാവ ഹാജിയുടെ നേതൃത്വത്തിലാണ് ഈ മഹല്ല് പോയിട്ടുള്ള ഞാൻ ബാരിക്കടല്ലേ നിങ്ങൾ പ്രസിഡന്റ് അല്ലേ. മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്താക്കട്ടെ. നല്ല ഉദ്ധാരങ്ങം അഭിവൃദ്ധിയും അയാളെ കാലത്തിൽ ഉണ്ടാക്കുകയുള്ള തൗഫീഖ് അള്ളാഹു താല അയാൾ കൊടുക്കട്ട്. ഈ ഞങ്ങളുടെ പള്ളിയുടെ ബിൽഡിങ്ങിടെ പെയിൻറ്റിങ്ങും ഡ്രെയിനേജും നല്ലൊരു പൈസ വേനായിട്ട് പണ്ടുണ്ട് അയാൾ ചന്തു. അപ്പോൾ ഞങ്ങളെ റായം ഉദ്ധാറാക്കാനായതും ഇമ്പ്രൂവ്മെൻ്റ് ആക്കാനായതും ചന്താക്കാനായതും ഞങ്ങാണ്. അതിൻ്റെ പേരിൽ ഒന്നും നമ്മൾ നഷ്ടപ്പെടുകയില്ല. മായിന്ദക്കും എംഫതു മായിന്ദല്ലാഹി ബാക്ക് ഖുർആനാണ് പരിപാടി തന്നെ. ഞങ്ങൾക്ക് പേനായി ഞങ്ങൾ പലതും ഞങ്ങൾ ചിലവാക്കിറ, അതേതും കണ്ടോണ്ടില്ല. കഴിഞ്ഞ വർഷം ഡ്രസ്സ് ഗോഡ്രേജിൽ പോയിട്ട് തേടിയെങ്കിൽ കാണില്ല, പുതിയ ഡ്രസ്സ് എടുത്ത് വെച്ചിറ. ഞങ്ങൾ ലോകത്തെ എല്ലാ വിഷയവും അങ്ങനെയാണ്. ഞങ്ങൾക്ക് പേനായി ചിലവഴിച്ചതെല്ലാം തീർന്നു പോകേണ്ടതാണ്. അതേ ടൈമിൽ പടച്ചിറപ്പുക്ക് പേനായി ചിലവഴിച്ചത് നാളെ ആഖിറത്തിൽ കിട്ടുകയുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം നിങ്ങളെ കൂട്ടത്തിൽ ആ 3 ലക്ഷം തോറ് ചിലവ് പണ്ട പെയിൻറ്റിങ്ങും ഡ്രെയിനേജർ സ്വലത്തുക്ക് ആരെങ്കിലും നല്ലൊരു ഓഫറാക്കണമെങ്കിൽ പെട്ടെന്ന് ചൊല്ലണം. ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രസംഗം ഞാൻ പറ്റില്ല, അതിലിടയ്ക്കൊന്ന് ചൊന്നത് കൊണ്ടിട്ട് ആ ചൊന്നുകൊണ്ടുള്ളേ. ആരെങ്കിലും ഈ കൂട്ടത്തിൽ ബറക്കത്ത് ചൊല്ലം കൊള്ളാറ, റസൂലുള്ളാഹിയുടെ പേരിൽ നല്ലൊരു സംഭാവന ആരെങ്കിലും ചൊല്ലം കൊള്ളാറ, അല്ലാഹു തആല അതിലെ ബറക്കത്ത് കൊണ്ട് നാളെ ആഖിറത്തിൽ അർശിറ തനൽ നമ്മ തന്ന് അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹിയുടെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ തന്നെ കുടിക്കുള്ള ഭാഗ്യം അല്ലാഹു തആല തരട്ടെ. ഒരിക്കലും താകം പിന്നാവുകയില്ലാണ്ടാണ് ആ തന്നിയുടെ ഭാഗ്യ ചൊന്നത്. എല്ലാവരും വേർത്ത് മുട്ടിയിട്ട് താകത്തിൽ ഇങ്ങനെ പെടപടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഏറ്റവും വലിയ ഓഫർ ഹൗദുൽ കൗസർ ചൊല്ല തന്നെ കുടിക്കുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തന്റെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ ഭാഗ്യത്തിന് അർഹമാവണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മജ്ലിസ് കബൂലാക്കട്ടെ. ദുആക്ക് അല്ലാഹു തആല ഉത്തരം തരട്ടെ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും റസൂലുള്ളാഹിയുടെ പേരിൽ അതിക്ക് പേനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സംഭാവന തുടക്കം കുറിച്ചെങ്കിലും ബർക്കത്താവുന്നത് അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാ 2000 അല്ലേ. അല്ലാഹു ബർക്കത്താക്കട്ടെ. പടച്ചറബേ ഞങ്ങളെയും ഞങ്ങളെല്ലാം നിന്റെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തണം റഹ്മാന്. ആ കുടുംബത്തിന് വലിയ ബർക്കത്ത് നീ കൊടുക്കണം റഹ്മാന്. നല്ല ഐശ്വര്യം നീ കൊടുക്കണം റഹ്മാന്. നല്ല ഇസ്സത്ത് നീ കൊടുക്കണം റഹ്മാന്. മക്കളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാന്. നല്ല ഖുർആൻ ഓത്തും നിസ്കാരവും അധികരിപ്പിക്കട ദായിമാക്കട മക്കളാക്കി തീർക്കണം റഹ്മാന്. അൽഹംദുലില്ലാ. പിന്നെ ആരെങ്കിലും ഈ സദസ്സിൽ ആരെങ്കിലും ബിസ്മില്ലാ. അല്ലാഹു തആല റസൂലുള്ളാഹിയുടെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ തന്നെ എടുക്കുകയുള്ള ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാഷാ അല്ലാഹ്. നാളെ ഷെയ്ഖ് ബാവ ഹാജി ഇനൂർ ബാവ ഹാജി വൈസ് പ്രസിഡന്റ് ബാവ ഹാജി മരിച്ച മർമോന്റെ പേരിൽ 10,000 രൂപ തന്നൊരു പടച്ചറബെ ആ മർമോന്റെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാന്. സന്തോഷങ്ങൾ ഏറ്റിക്കൊടുക്കണം റഹ്മാന്. ഈ ഹദിയത്തെ മിസ്ലു സവാബ് ആ മോന്റെ ഖബറുകനി എത്തുപാട്ടണം റഹ്മാന്. ആ കരീമ ചൊല്ല മർമോന്റെ ഖബറുകനി എത്തുപാട്ടണം റഹ്മാന്. എന്ത് അദാബുകെന്നെങ്കിലും ഈ നിമിഷത്തിൽ നീ ഉയർത്തണം അല്ലാഹ്. ആ കരീമ ചൊല്ല ആളെ നീ ഏറ്റെടുക്കണം റഹ്മാന്. സ്വർഗവാസികളെ കൂട്ടത്തിൽ നീ പെടുത്തണം റഹ്മാന്. അർശ് റതനൽ കിട്ട ഭാഗ്യവന്മാരിൽ അയാളെയും ഞങ്ങളെയും നീ പെടുത്തണം അല്ലാഹ്. മുഅ്മിനീങ്ങൾ അങ്ങനെ ആരെങ്കിലും മരിച്ചങ്ങളെ പേരില്ല സ്വന്തമായിട്ട് തണ്ടങ്ങ ആരെങ്കിലും എന്തെങ്കിലും എത്ര വേഗം ചൊല്ലാം. അല്ലാഹു ഞങ്ങൾ എല്ലാ നല്ലതുക്കുള്ള തൗഫീഖ് തരട്ടെ. പിന്നെ ആരെങ്കിലും ഉള്ള സദസ്സിൽ ബിസ്മില്ലാ. ചിലപ്പോൾ എതിരിൽ ചൊല്ലൂ താല്പര്യമില്ലാത്ത പലരും ഇക്കിടാറ് രഹസ്യമായി കൊടുക്കണം ചെന്നിട്ട് താല്പര്യപ്പെട്ടിറങ്ങ. പിന്നെ ആരെങ്കിലും ഉള്ള മുഅ്മിനീങ്ങളെ ഞങ്ങളെ പള്ളിയുടെ സോറ ഞങ്ങളെ പള്ളിയുടെ പരിസരം അള്ളാഹു പള്ളിക്ക് വേനായിട്ട് അധ്വാനിക്കടെ ആൽമാർക്ക് ഏറ്റവും വലിയ ഓഫർ കൊടുത്തത് ഈമാനോട് കൂടെ മരിക്കടതാണ്. അള്ളാഹു ആ സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തിട്ട് ആ സ്വാലിഹ്യങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു പെടുത്തിട്ട് അതൊന്നായിപ്പോയെങ്കിൽ ഞങ്ങൾക്ക് എന്തി പോയാണ്ടാണ്. ഈമാനോട് കൂടെയുള്ള മരണമാണ് എല്ലാവരും ഉള്ള ഫൈനൽ റിസൾട്ട്. അതൊന്നായിപ്പോയിത്തിന് കണ്ടെങ്കിൽ അൽഹംദുലില്ലാ ദുനിയാവിൽ ജീവിച്ച സകലത്തും അൽഹംദുലില്ലാ ഞങ്ങൾ വിക്ടറിയായ ഞങ്ങൾ വിജയിച്ച ഏത് ഫൈലും ഫെയില്യൂറല്ല. ആ ഫൈലാണ് ഏറ്റവും വലിയ ഫെയില്യൂർ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പള്ളിക്ക് പേനെ അധ്വാനിക്കുമ്പോൾ അതിലേറ്റവും വലിയ അടയാളം ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാണ്ടാണ് ചെന്നത്. ഈമാനുള്ള അത് തീരുണ്ടാ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബിസ്മില്ലാ. ഇനാരെങ്കിലും ഉള്ള മുഅ്മിനീങ്ങളെ ആരെങ്കിലും ಬೇಗ ಚೊಲ್ಲರು ಮುಲಾಜೆಂದು ಕಾಟಂಡ ಬೇಗ ಚೊಲ್ಲರು ಮಾಷಾ ಅಲ್ಲ ഒരാൾ മുലാജിക്ക് ചൊല്ലു നാനങ്ങനെ ഇപ്പോൾ ഒരലാക്ക് ചൊല്ലേണ്ട് അങ്ങനെ ആറ് മുലാജാക്കണ്ടാവല്ലേ ചൊല്ലു നാ ചൊല്ല കേക്കൊന്നും റെഡിയില്ല മാഷാ മുംതാസുകളുടെ ഉമ്മ 10,000 രൂപ. അള്ളാഹുവെ ആ പെങ്ങളൊന്ന് ഏറ്റെടുക്കണം റഹ്മാന്. കുടുംബത്തിൽ നല്ല സമാധാനം കൊടുക്കണം റഹ്മാന്. നല്ല റാഹത്ത് നീ കൊടുക്കണം റഹ്മാന്. നല്ല ഇസ്സത്ത് നീ കൊടുക്കണം റഹ്മാന്. മക്കളെ സ്വാലിഹീങ്ങളും ഖുർറത്തൈനാക്കി നീ തീർക്കണം റഹ്മാന്. ആ ഉമ്മടെ നീ ഏറ്റെടുക്കണോ അല്ലാഹ്. കാമിലായ ഈമാൻ കിട്ടിയ സ്വാലിഹീങ്ങളെ സ്വാലിഹാത്തുകളെ കൂട്ടത്തിൽ നീ പെടുത്തണം റഹ്മാന്.
അൽഹംദുലില്ലാ. പിന്നെ ആരെങ്കിലും? മാഷാ അല്ലാ. അല്ലാ, ലിവറിന്റെ പ്രോബ്ലം ഉള്ള ഒരാള്, അർഹമുർ റഹീമീനായ അല്ലാഹ്, ബദരീങ്ങളെ പേരിലുള്ള പള്ളിയാണ് ഞങ്ങളെ പള്ളി. അസ്ഹാബുൽ ബദറുടെ ബറക്കത്ത് കൊണ്ട് അയാൾ തന്നെ ആ സംഭാവനം നീ പൂർണ്ണമായി കബൂലാക്കിയിട്ട് അയാൾക്ക് വന്ന മുസീബത്ത് നീ നീക്കി കൊടുക്കണു അല്ലാ. ആ ലിവറുമായി ബന്ധപ്പെട്ട മുസീബത്ത് നീ നീക്കി കൊടുക്കണു അല്ലാ. പൂർണ്ണമായ ശിഫാ നീ കൊടുക്കണു അല്ലാ. കാമിലായ ശിഫാ നീ കൊടുക്കണു അല്ലാ. അൽഹംദുലില്ലാ. 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 ഒരു ഉംറത്തുക്ക് പോകാനായിട്ട് വല്ലാത്ത താല്പര്യമുണ്ട്, എത്തിയിട്ടില്ല. മാപ്പിലായെങ്കിലോ കുടുങ്ങിയിട്ടാണ് ഉള്ളത്. അതിൻ്റെ പേരിൽ ഇത്രയും പ്രയാസം കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഒരു 3.5 ആ ഉമ്മ ഈ പള്ളിക്ക് പോകാനായി കടത്തി കൊടുത്തു. വല്ലാത്തൊരു സദക്കാണ്. അള്ളാഹു കബൂലാക്കട്ടെ. പ്രയാസത്തിലേക്കുമ്പോൾ കൊടുക്കുന്ന ഉറുപ്പയാണ്. സ്വഹാബത്ര ഉറുപ്പം ഞങ്ങളെ ഒരു കോട്ടി ഏത് വലിയതിന് കേട്ടെങ്കിലും സ്വഹാബത്ര ഉറുപ്പേണ്ടാണ്, 1 ദിർഹം. അതുക്കാണ് വലിയ മഹത്വമുള്ള. കാരണം ഇല്ലാത്തപ്പാണ് കൊടുത്തത്. അൽഹംദുലില്ലാ. അള്ളാഹു കബൂലാക്കട്ടെ. പടച്ച റബ്ബേ, ആ ഉമ്മക്ക് മഖബൂലത്തായ ഉംറക്കുള്ള ഭാഗ്യം നീ കൊടുക്കണോ അല്ലാ. മബ്റൂറായ ഹജ്ജാക്കുള്ള ഭാഗ്യവും നീ കൊടുക്കണോ അല്ലാ. മർളിയായ നിന്റെ ഹബീബായ തങ്ങളെ സിയാറത്താക്കുള്ള ഭാഗ്യം നീ കൊടുക്കണോ അല്ലാ. കുടുങ്ങിക്കിടക്കിടെ മാപ്പുരുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണോ അല്ലാ. നല്ല സമാധാനം ആ കുടുംബത്തിന് നീ കൊടുക്കണോ അല്ലാ. ഏത് തണ്ടോണും എടുക്കണോണും നീയാണ്. ഓശാരമായ ആ കുടുംബത്തിന് നീ കൊടുക്കണോ അല്ലാ. മാഷാ അല്ലാ. പിന്നെ ഒരാൾ 1000 രൂപ അള്ളാഹുവിനെ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ എന്ത് ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അൽഹംദുലില്ലാ. സദസ്സിലുള്ള ഇത്രയും ആൽമാർ ഒരു 1000 രൂപ ഏറ്റെടുത്തിട്ട് ഈ സദസ്സിന് ബർക്കത്തെടുത്തോളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. 1000 രൂപ ഞാൻ മിനിമം ചൊന്നേ, അതിനാണ്ട് യാറെ തണ്ടങ്ങ അങ്ങനെ തരുന്നു. നല്ല ബറക്കത്തുള്ള സദസ്സാണ്. നിങ്ങൾ പേടിക്കേണ്ട. ഇതെന്ത് ലാട്ടുപോട്ട്, എന്ത് ലാട്ടുപോട്ടല്ല. നല്ല റസൂലുള്ളാഹിയുടെ നോട്ടമുള്ള മലായിക്കത്തിന് ഇറങ്ങടെ ആ ഉറപ്പുള്ള മജ്ലിസാണ്. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ്. ഒരു സംശയം വേണ്ട. കാരണം റസൂലുള്ളാഹിയുടെ മദ്ഹ് എന്ന മജ്ലിസാണ് ഇത്. അല്ലാഹു കബൂലാക്കട്ടെ. കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. മാഷാ അല്ലാഹ്. 2 പെണ്ണിങ് 1000 രൂപ തന്നതാറ്. ഒരു ഉമ്മ കാറ് നമ്പർ ശിഫാ ഉപേനായിട്ട്. പടച്ച റബ്ബേ, ആജിലായ കാമിലായ ശിഫാ ആ ഉമ്മയുടെ കാലുക നീ കൊടുക്കണം റഹ്മാനെ. ആ മുന്നത്തെ നല്ല ആഫിയത്ത് നീ തിരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈമാൻ സലാമത്താവും അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം റഹ്മാനെ. അവസാനത്തെ വിജയമാണത്. അതരാണ്ട് അപ്പുറമൊന്നില്ലല്ലോ റബ്ബേ. ഞങ്ങളെ ഈമാൻ കാമിലായ നിലക്ക് നീ സലാമത്താക്കി തരണം റഹ്മാനെ. ഇണ്ടൊരു ഞങ്ങളെ പരിചയത്തിലുള്ള ഉമ്മയുടെ മരണായിട്ട് വെള്ളിയാസയുടെ വല്ലാത്ത ബഹുമാനിക്കട ഉമ്മയാണ്. വെള്ളിയാസ വന്നെങ്കിൽ എല്ലാ മുസല്ലം കൽകിയിട്ട് ജുബ്ബങ്ങ കൽകിയിട്ട് ആ കൽകിയ ജുബ്ബമേ ഇനൊരു വെള്ളിയാസ കിടൂ. എന്നിട്ട് ഔത്ര എല്ലാ ഭാഗങ്ങളും വെള്ളിയാസ പറമ്പ് ക്ലീനാക്കും. ചൊറുപ്പുങ്ങ പോലും ക്ലീനാക്കട ഉമ്മയാണത്. സുബ്ഹാനല്ലാഹ്. ഇണ്ട് ജുമാഅത്ത് മുന്നലു ലുഹാനിസ്കരിക്കുക വേനായിട്ട് ആ ഉമ്മ ഉളുവാക്കി പുറത്ത് പറയുമ്പോ സുബ്ഹാനല്ലാഹ് കിടക്കിൽ കിടന്ന ഉടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ചെന്നിട്ടു ആ പരിചയപ്പെട്ട ഉമ്മ, പരിചയത്തിലുള്ള ഉമ്മ മരണപ്പെട്ടു പോയിട്ട് എന്തൊരു മരണമാണ്. ഞങ്ങളെ ഉമ്മമാർക്ക് അങ്ങനത്തെ മരണം ചൊല്ലുകൊണ്ടു. രണ്ട് ഉമ്മകും അങ്ങനത്തെ മരണം ചൊല്ലുകൊണ്ടു. ഓ മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ മരണം എങ്ങനെ കൊന്തില്ല. പടച്ച റബ്ബേ, കാമിലായ ഈമാൻ നമുക്ക് തരണു അല്ലാഹ്. പലര മരണം ഞങ്ങൾ കണ്ട. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ധൈര്യത്തിൽ ചൊല്ലതും ഞങ്ങൾ കണ്ട. ഞങ്ങൾക്കും അതുപോലെയുള്ള